Hi, hello, welcome to 90 Plus India's first animated live tuition. Hello, മക്കളെ എല്ലാരും ക്യാമറ ഓൺ ചെയ്തിരുന്നേ. കേൾക്കാൻ പറ്റുന്നില്ലേ? എന്നാ വേഗം ക്യാമറ ഓൺ ചെയ്തോ. ഞാനിങ്ങനെ 2 മിനിറ്റ് നോക്കിയിരുന്ന ഒരു 10 പേരും കൂടെ കയറും. പിന്നെ ബാക്കി 10 ഒരു 5 മിനിറ്റ് കൂടെ കഴിയുമ്പോൾ കയറും. എല്ലാരോടും ക്യാമറ ഓൺ ചെയ്യാൻ പറയുന്നുണ്ട് കേട്ടോ. യെസ് ശാരദത്ത്, ഓക്കെ. ശാരദത്ത് ഇൻഫോംഡ് ആണെന്ന് പറഞ്ഞു. ബാക്കിയുള്ളവർ ക്യാമറ ഓൺ ചെയ്തോ. യെസ് ഐശ്വര്യ, ഗുഡ് ഈവനിങ്. ഹായ് ഡെൽവൻ. ഇന്നലത്തെ നോട്ടൊക്കെ എഴുതിയാ? എഴുതാത്തവര് ഏയ് അങ്ങനെ എന്താ ഞങ്ങള് ചെയ്യാറില്ല. എങ്ങനെ പഠിച്ചാലും എടാ ഈ തല ഇങ്ങനെ വെച്ചിരിക്കണ നിനക്ക് നേരെ വെച്ചൂടെ? യെസ് ആരതി, ഗുഡ് ഈവനിങ്. യെസ് ശാരദത്തിന്റെ കാര്യം ഞാൻ കണ്ടു. ശാരദത്ത് എന്നോട് ഇൻഫോം ചെയ്തു. ചന്ദന, ചിന്മയ, എടാ ഒരു ക്ലാസ്സും കൂടെ കിട്ടിക്കഴിഞ്ഞാൽ ഞാൻ പോർഷൻ തീർക്കൂടാ. ഇന്ന് തീരില്ല. 1 more ക്ലാസ്. ഈ ചാപ്റ്റർ കഴിഞ്ഞു +1. എന്താണ് എനിക്കിപ്പോഴും നിങ്ങളുടെ +1 ക്ലാസ് ലേറ്റ് ആയിട്ടല്ല തുടങ്ങി. എനിക്കിപ്പോഴും നിങ്ങളുടെ ക്ലാസ് ഇപ്പൊ തുടങ്ങിയ പോലെ തന്നെയുണ്ട്. +2 പിന്നെ ഞാൻ വന്നപ്പോ തൊട്ടുണ്ട്. യെസ് ഭാനുമതി. ഇന്നും ഈ ചോറ് ക്ലാസ് അല്ലടത്. ചോറ് ക്ലാസ് ഇത് കെമിസ്ട്രി ക്ലാസ്. നീ ഒന്നും പറയണ്ട. നീ പറഞ്ഞതൊക്കെ എനിക്ക് മനസ്സിലായി. ഇനി എത്ര ദിവസം ഉണ്ട് എക്സാമിന്? 42 days. ഓക്കെ. പഠിക്കാൻ തുടങ്ങാത്തവർ ഇപ്പൊ പഠിക്കാൻ തുടങ്ങാൻ ഞാൻ പറഞ്ഞു. പാർഷ്യലി നിങ്ങളിപ്പോ 9 ചാപ്റ്റേഴ്സ് നിങ്ങൾക്ക് കെമിസ്ട്രി ആകുകയുള്ളൂ. 9 ചാപ്റ്റേഴ്സിനെ നിങ്ങളൊരു ഹാഫ് ആക്കി കഴിഞ്ഞ 18 days, വീണ്ടും ഹാഫ് ആക്കുകയാണെങ്കിൽ 36 days. അപ്പൊ എല്ലാ ദിവസവും ഒരു 1/4 പാർട്ട് ഓഫ് ചാപ്റ്റർ മാത്രം പഠിച്ചാലും നിങ്ങൾക്ക് 36 ദിവസം കൊണ്ട് കെമിസ്ട്രി പഠിച്ചു കഴിയും. അതേപോലെ എല്ലാ സബ്ജക്റ്റും. അത് അങ്ങനെ ഇപ്പൊ ഓരോ സബ്ജക്റ്റിന്റെയും അര ചാപ്റ്റർ, 1/4 ചാപ്റ്റർ ഒക്കെ വെച്ച് പഠിച്ചു കഴിഞ്ഞാൽ തീരാവുന്ന പ്രശ്നങ്ങളെ നിങ്ങൾക്കുള്ളൂ. പക്ഷെ ആരും ചെയ്യില്ല. അതുകൊണ്ടാണ് ഞാൻ ഇപ്പോഴും പറയണത്. അപ്പൊ ഇപ്പൊ നിങ്ങൾക്ക് തോന്നും ഇനി 42 days ഉണ്ടല്ലോ, ഇങ്ങനെ തുടങ്ങാനാണെങ്കിൽ ഇനിയും ഉണ്ടല്ലോ 6 ദിവസം എന്ന്. അങ്ങനെ നോക്കിയിരിക്കണ്ട. ഒരു ദിവസം പനി വന്നാലോ? അപ്പൊ അതൊരു മിസ്ലേനിയസ് ആയിട്ട് അവിടെ കിടന്നോട്ടെ ഒരു 6 ദിവസം. ഇന്നെങ്കിലും തുടങ്ങുക. ഓക്കെ, നമുക്ക് തുടങ്ങാം. സോ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിൻ ആയിട്ട് ആൽക്കെയിൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസും അതുപോലെ തന്നെ ആൽക്കീൻസ് കംപ്ലീറ്റ് ആവുമെന്ന് തോന്നണില്ല. ആൽക്കീൻസും ആണ് ഡിസ്കസ് ചെയ്യുക. നെക്സ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ആൽക്കൈൻസും കൂടെ ഡിസ്കസ് ചെയ്ത ചാപ്റ്റർ കഴിഞ്ഞു. ഓക്കെ, അത്രയാണ് നമുക്ക് ഹൈഡ്രോ കാർബൺസിലാകെ ഡിസ്കസ് ചെയ്യാനുള്ളൂ. അപ്പൊ എഴുതിക്കോ, കെമിക്കൽ പ്രോപ്പർട്ടീസ് ഓഫ് ആൽക്കെയിൻസിന്റെ കെമിക്കൽ പ്രോപ്പർട്ടീസ്.
ഓക്കെ, അപ്പൊ എഴുതിക്കോ. നമ്മള് കെമിക്കൽ ഓക്കെ, വെരി ഗുഡ്. അപ്പൊ ഇന്ന് ആൽക്കീൻസും കൂടെ കഴിഞ്ഞിട്ട് പോവാം. ആൽക്കൈൻസ് ഒന്ന് നോക്കിയാൽ മതി ദേവപ്രിയ. ഓക്കെ, അപ്പൊ കെമിക്കൽ പ്രോപ്പർട്ടീസിൽ നമ്മൾ ഇതിന് അണ്ടർഗോ ചെയ്യുന്ന കുറച്ച് റിയാക്ഷൻസ് ആണ് സ്റ്റഡി ചെയ്യുന്നത്. അതായത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ, അതുപോലെ ഐസോമറൈസേഷൻ, ആരോമൈറ്റൈസേഷൻ ആൻഡ് പൈറോളിസിസ്. അതുപോലെ തന്നെ നമ്മൾ ഓക്സിഡേഷനും കൂടെ പറയും ഇതിനകത്ത്. ഓക്കെ, ഇതിപ്പോ എഴുതണമെന്നില്ല, കാരണം ഞാൻ ഓരോന്നും ഹെഡിങ് എഴുതി പറഞ്ഞു തരും, അതിന്റെ കൂടെ എഴുതിയാലും മതി. അപ്പൊ ഫസ്റ്റ് വൺ എഴുതിക്കോ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ്. സബ്സ്റ്റിറ്റ്യൂഷൻ എന്ന് കേൾക്കുമ്പോൾ അറിയാം, ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കുന്നു, അത്രേ ഉള്ളൂ. ഒരു ആറ്റം ഇസ് റീപ്ലേസ്ഡ് ബൈ അതർ ആറ്റം. ഓക്കെ, അപ്പൊ ഇവിടെ നമ്മൾ ആരെ പറ്റിയാ പഠിച്ചുകൊണ്ടിരിക്കുന്നത്? ആൽക്കെയിൻസിനെ പറ്റി. അപ്പോ ആൽക്കെയിനെ ഞാൻ ഒരു ഹാലജൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. എന്തിന്റെ പ്രസൻസില്? സൺലൈറ്റ് അല്ലെങ്കിൽ യു വി റേസ്. ആ സമയത്ത് എന്ത് നടക്കുന്ന പറയുന്നത്? എന്റെ ഹാലജൻ വന്നിട്ട് ആൽക്കെയിനിലെ ഒരു ഹൈഡ്രജനെ റീപ്ലേസ് ചെയ്യും. ഓക്കെ, അങ്ങനെ എനിക്ക് എന്ത് കിട്ടുന്നു? ഹാലോ ആൽക്കെയിന് കിട്ടുന്നു. അത് ഹാലജന്റെ അഡീഷൻ ആയതുകൊണ്ട് ആ പ്രോസസ്സിനെ ഞാൻ ഹാലോജിനേഷൻ എന്ന് വിളിക്കും. ഓക്കെ, അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനില് ഒരു ആറ്റത്തിന് വേറൊരു ആറ്റം വന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുന്നു. അപ്പൊ നമ്മുടെ ആൽക്കെയിൻസിന്റെ സബ്സ്റ്റിറ്റ്യൂഷനിൽ നമ്മളിപ്പോ പറയുന്നത് ഹൈഡ്രജനെ ഒരു ഹാലജൻ വന്ന് റീപ്ലേസ് ചെയ്യുന്നു. എങ്ങനെ? സൺലൈറ്റിന്റെ അല്ലെങ്കിൽ യു വി ലൈറ്റിന്റെ പ്രസൻസില്. ഓക്കെ, ഇതില് ഹാലജന്റെ അഡീഷൻ നടന്നതുകൊണ്ട് ദിസ് പ്രോസസ് ഇസ് കോൾഡ് ഹാലോജിനേഷൻ റിയാക്ഷൻ. ഈ പറഞ്ഞ കാര്യത്തിന് ഞാൻ ചെറുതാക്കി എഴുതിയേക്കണതാണ് ഈ കാണുന്നത്. ഗീവ്സ് ഹാലോ ആൽക്കെയിൻ. ആൽക്കെയിനിലെ ഒരു ഹൈഡ്രജൻ മാറുന്നു, അവിടെ അതിന് പകരം ഒരു ഹാലജൻ കേറുന്നു. ക്യാമറ ഓഫ് ഒക്കെ ഓൺ ചെയ്തോ? വിഷ്ണു, അതേപോലെ തന്നെ അബിറാം. ഇന്നലെ നോട്ട് ചെക്കിങ്ങിന് എന്തേ നിൽക്കാനിത്? അബിറാം ആൻഡ് വിഷ്ണു. അബിറാം ഇന്ന് കയറിയിട്ടില്ല. അബിറാം ഇല്ല. വിഷ്ണു എന്തേ നിൽക്കാഞ്ഞത് നോട്ട് ചെക്കിങ്ങിന്? മറന്നു. അപ്പൊ ഇന്ന് ചെക്ക് ചെയ്തിട്ട് പോവാട്ടെ നമുക്ക്. ഇന്ന് ലീവ് ചെയ്യണ്ട നീ. നേരത്തെ ഞാൻ ഓർപ്പിച്ചില്ലേ. പിന്നെ ആരുള്ളത്? പിന്നെ ക്യാമറ ഓഫുകാര് ഓൺ ചെയ്തോ? അമൃത ചാരുദത്ത് എന്നോട് പറഞ്ഞിട്ടുണ്ട്, ബാക്കി എന്നോട് പറഞ്ഞിട്ടൊന്നുമില്ല. ഓൺ ചെയ്തോട്ടോ. അർച്ചന മാം, നമുക്കൊരു 7:45 വരെ എക്സ്ക്യൂസ് കൊടുക്കാം. 7:45 ശേഷമുള്ള ക്യാമറ ഓഫ് ഒക്കെ ക്ലാസ്സിൽ നിന്ന് റിമൂവ് ചെയ്തോട്ടോ. ഏറ്റവും ഫൈനൽ ആയിട്ടുള്ള നിങ്ങളുടെ ഏറ്റവും ഇമ്പോർട്ടന്റ് +1 ലാസ്റ്റ് എത്തി, എന്നിട്ട് ഇപ്പോഴും ഈ ക്യാമറ ഓഫും പറഞ്ഞുകൊണ്ടിരിക്കാൻ എനിക്ക് നേരം. ഇത്ര നാള് ഞാൻ നിങ്ങളെ വിട്ടു, ഇനി നിങ്ങൾക്ക് തോന്നണ്ടേ? എനിക്ക് മാത്രം തോന്നിയിട്ട് എന്താ കാര്യം? അപ്പൊ എഴുത്. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷന്റെ ഒരു എക്സാമ്പിൾ എഴുതിക്കോ. CH4 എന്ന് പറഞ്ഞാല് മീഥേൻ. അതിന് ഞാൻ പറഞ്ഞു ഒരു ഹാലജൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു യു വി റേസ് അല്ലെങ്കിൽ സൺലൈറ്റിന്റെ പ്രസൻസിൽ. അപ്പൊ ഞാൻ എന്താ പറഞ്ഞത്? ഹാലജൻ വന്നിട്ട് ഇവിടെ കയറൂന്ന് അല്ലെ? അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഞാൻ കാണിച്ചു തരാം കേട്ടോ. ഇതിപ്പോ ഈ സ്റ്റെപ്പ് എഴുതേണ്ട കാര്യമില്ല. CH4, ഓക്കെ, അതിനകത്ത് ഈ ക്ലോറിൻ വരുമ്പോ എന്താ സംഭവിക്കണേ? ഒരു ക്ലോറിൻ വന്നിട്ട് ഒരു ഹൈഡ്രജന് പകരം ഇരിക്കുന്നു, മറ്റേ ക്ലോറിൻ ഒരു ഹൈഡ്രജനെയും കൊണ്ടുപോകുന്നു. അപ്പൊ എനിക്ക് എന്താ കിട്ടുക? CH3Cl + HCl. ഓക്കെ, ഇങ്ങനെയാണ് എന്റെ പ്രൊഡക്റ്റ് കിട്ടുക. എന്റെ ഷാഹിദ, നീ ഞാൻ നോട്ട് എഴുതാൻ നോക്കിയേ. CH3Cl + HCl. അപ്പൊ ഇനി എന്റെ മക്കൾ നോക്കിയേ, CH3Cl-നെ ഞാൻ വീണ്ടും Cl2 ആയിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എന്താ കിട്ടുക? നിങ്ങൾ തന്നെ എഴുതി നോക്ക്. ഒരെണ്ണം HCl ആയിട്ട് പോകും. അപ്പൊ മറ്റേത് അതിന്റെ കൂടെ കൂടുമ്പോ നിങ്ങൾക്ക് എത്രയാണ് കിട്ടുന്നത്? CH2Cl2 + HCl. ഇനി ഇതിനെ നിങ്ങൾ ട്രൈ ചെയ്ത് നോക്ക്. CH2Cl2 + Cl2. അപ്പൊ നിങ്ങൾക്ക് ഇവിടെ ഡാഷ് + HCl കിട്ടും. ആ ഡാഷിനെ വീണ്ടും Cl2 ആയിട്ട് ട്രീറ്റ് ചെയ്താൽ നിങ്ങൾക്ക് എന്താ കിട്ടാന്നുള്ളത് ഇവിടെ എഴുതി വെക്കിട്ടോ. അപ്പൊ A, B,
ആൻഡ് സി. 3 ആൻസേഴ്സ് എനിക്ക് വേണം. വേഗം എഴുതിക്കോ. എ, ബി ആൻഡ് സി. ശ്രീരാജ് ഇൻഫോം ചെയ്തിട്ടുണ്ട്, അമൃത ഇൻഫോം ചെയ്തിട്ടുണ്ട്, ശാരദത്ത് ഇൻഫോം ചെയ്തിട്ടുണ്ട്. ഓക്കെ, CH3യോ? എനിക്ക് മനസ്സിലായില്ലല്ലോ. CHCl3 എന്നാണോ ഉദ്ദേശിച്ചത്? അങ്ങനെയാണെങ്കിൽ കറക്റ്റ് ആണ്. ഞാൻ ആൻസേഴ്സ് ഇവിടെ എഴുതാം. CHCl3, ബിയുടെ ആൻസർ CHCl3, സിന്റെ ആൻസർ ഈ എച്ചും പോയി കഴിഞ്ഞാൽ CCl4. ഇതെല്ലാം കറക്റ്റ് ആയിട്ട് കിട്ടിയ ആൾക്കാരുണ്ടോ? യെസ്, ശിവാനി, ജിഷ്ണ ഉണ്ടെന്ന് തോന്നുന്നു. ഓക്കെ ആണോ? ഇനി ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ കിട്ടിക്കഴിഞ്ഞ് ചെയ്യാൻ പറ്റുമോ? എടാ ഒന്നും ചെയ്തില്ല. ഞാനിവിടെ എന്താ ചെയ്തത്? CH2Cl2, ഇതിനകത്ത് ഒരു ക്ലോറിൻ ഇവിടേക്ക് വരുന്നു, ഒരു ഹൈഡ്രജൻ HCl ആയിട്ട് പോകുന്നു. അപ്പൊ എനിക്ക് ഇവിടെ എന്താ കിട്ടുക? CHCl3. ആ CHCl3നെ ഞാൻ വീണ്ടും ക്ലോറിൻ ആയിട്ട് ട്രീറ്റ് ചെയ്യുന്നു. CHCl3 പ്ലസ് ക്ലോറിൻ. അപ്പൊ എന്താ സംഭവിക്കുന്നത്? ഇവിടത്തെ ഒരു ഹൈഡ്രജൻ ഈ ക്ലോറിന്റെ കൂടെ HCl ആയിട്ട് പോയി. അതാണ് ഇത് ഈ കാണിച്ചേക്കുന്നത്. പിന്നെ ബാക്കി CCl4. Cl2 ആവണം എങ്ങനെയാ? ഒരു ക്ലോറിനും കൂടെ വേണ്ടേ? ഇവിടെ ദേവപ്രിയ, ക്ലിയർ ആയോ? ഡൗട്ട് ഉണ്ടോ? പറ, എന്താ ഡൗട്ട്? 2 Cl2 ഇവിടെ ഓൾറെഡി ഉണ്ട്. CH2Cl2 ഇവിടെ ഓൾറെഡി ഉണ്ട്. പിന്നെ ഒരു ക്ലോറിനും കൂടി എനിക്ക് ആഡ് ചെയ്യണ്ടേ? അപ്പോഴല്ലേ CHCl3 ആവുന്നത്. ഓക്കെ, എക്സിസ്റ്റിംഗ് ആയിട്ട് അവിടെ 2 ക്ലോറിൻ ഉണ്ട് ഓൾറെഡി. ഓക്കെ, ശരി. 2Cl3 എന്ന് എഴുതാൻ പറ്റുമോ എന്ന് ചോദിച്ചാല് 2Cl3 എവിടെ എഴുതാൻ പറ്റുമെന്നാണ്? അമൃത ഒന്ന് അൺമ്യൂട്ട് ചെയ്യോ? ഹലോ അമൃത, ആ പറഞ്ഞോ. ആ ആ നോ 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 നോ, ഇത് ഇതിന്റെ കോമ്പൗണ്ടിലേക്കാണ് ആഡ് ചെയ്യുന്നത്. സെപ്പറേറ്റ് ആയിട്ട് ക്ലോറിൻ ഇരിക്കുകയാണെങ്കിൽ 2 എന്ന് എഴുതാണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. ഇതെന്താ സംഭവിക്കുന്നത്? CH2Cl2ന്റെ കൂടെ ഒരു ക്ലോറിനും കൂടെ ആഡ് ചെയ്തിട്ട് പുതിയൊരു കോമ്പൗണ്ട് ഉണ്ടാവുന്നത് CH2Cl3 എന്ന് പറയുന്നത്. അതും 3 ടൈംസ് Cl എന്ന് പറയുന്നതും തമ്മിൽ നല്ല വ്യത്യാസമുണ്ട്. ഇത് എന്ന് പറഞ്ഞാൽ എന്താ സാധനം? ഡൈക്ലോറോ മീതേൻ. ഓക്കെ, മറ്റേ കേസിൽ ഇറ്റ് ഇസ് ജസ്റ്റ് ക്ലോറിൻ ഗ്യാസ്. ക്ലോറിൻ കിട്ടിയിട്ട് വല്ല കാര്യമുണ്ടോ? പ്രൊഡക്റ്റ് വ്യത്യാസമായില്ലേ? യെസ്. നസ്രൻ, നസ്രന്റെ ഡൗട്ട് എവിടെയാണ്? നസ്രൻ എന്റെ അടുത്ത് ചോദിച്ചോളൂ. എവിടെ നസ്രൻ? യെസ്, പറഞ്ഞോ. ഡൗട്ട് ഏത് സ്റ്റെപ്പാന്ന് പറഞ്ഞോ. ഇത് മൊത്തമാണോ വേണ്ടത്? അത് ലാസ്റ്റ് മാത്രമാണോ വേണ്ടത്? ലാസ്റ്റ് മാത്രം മതിയായിരുന്നു. ഇറ്റ്സ് ഓക്കെ. അപ്പോ CH3Cl പ്ലസ് HCl, ഇതൊന്നും ഡൗട്ട് ഇല്ലല്ലോ. പിന്നെ ഞാൻ വീണ്ടും CH3Cl എടുത്തു, Cl2 ആയിട്ട് ട്രീറ്റ് ചെയ്തു HNUവിന്റെ പ്രസൻസിൽ. അപ്പൊ എനിക്ക് എന്ത് കിട്ടി? CH2Cl2 പ്ലസ് HCl കിട്ടി. ആ CH2Cl2 പ്ലസ് Cl2 ഞാൻ വീണ്ടും എന്തിന്റെ പ്രസൻസിൽ? സൺലൈറ്റിന്റെ പ്രസൻസിൽ ചെയ്തപ്പോ എനിക്ക് CH3Cl CHCl. അപ്പൊ എനിക്ക് അവിടെ CHCl3 പ്ലസ് HCl കിട്ടി. പിന്നെ ഞാൻ എന്ത് ചെയ്തു? CHCl3നെ എടുത്തിട്ട് വീണ്ടും ക്ലോറിൻ ആയിട്ട് ട്രീറ്റ് ചെയ്തു. ഇതല്ലേ ഡൗട്ട്? ഇതല്ലേ ഡൗട്ട് നസ്രൻ? യെസ്. ഇവിടെ ഞാൻ നേരത്തെ ചെയ്ത പോലെ തന്നെ ഇവിടെ ഒരു ഹൈഡ്രജനും കൂടി ഇവിടെ ഇരിപ്പില്ലേ? ഈ ഒരു ഹൈഡ്രജൻ, ആ ഹൈഡ്രജനെ ഞാൻ റിമൂവ് ചെയ്യും ഇതിലത്തെ ഒരു ക്ലോറിന്റെ കൂടെ. അപ്പൊ എനിക്ക് എന്താദ്യം കിട്ടുന്നു? HCl പോയി. പിന്നെ ബാക്കി ആരാ ഉള്ളത്? ഇവിടെ ഒരു കാർബൺ ഇരിപ്പുണ്ട്. ഇവിടെ ഓൾറെഡി 3 ക്ലോറിൻ ഉണ്ട്. ഇവിടുത്തെ ഒരു ബാക്കി ക്ലോറിനും കൂടി ഇല്ലേ? അപ്പൊ 4 ക്ലോറിൻ ആയില്ലേ? അപ്പൊ എന്താ കിട്ടുന്നത്? CCl4. കാർബൺ ടെട്രാ ക്ലോറൈഡ്. ഇതല്ല ഡൗട്ട്. ക്ലിയർ ആയി. ഓക്കെ, ശരി. ഇനി ഞാൻ നിങ്ങളോട് ഒരു കാര്യം ചോദിച്ചോട്ടെ. നിങ്ങളുടെ സ്കൂളിൽ ഇത് പറഞ്ഞുതരാൻ ചാൻസ് ഭയങ്കര കുറവാണ്.
ഈ ഒരു സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഒരു മെക്കാനിസം ഉണ്ട്. ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്തിട്ട് ചില സ്കൂളിലേക്ക് പറഞ്ഞു കൊടുക്കാൻ ചാൻസ് ഉള്ളൂ. അപ്പൊ ചിലപ്പോ ചോദിക്കും ഇത് സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിന്റെ മെക്കാനിസം ഇതെങ്ങനെയാണ് ഇങ്ങനെ ചെയിൻ ആയിട്ട് നടന്നുകൊണ്ടിരിക്കണേന്ന്. ഓക്കെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ പരിപാടിക്ക് മെയിൻ ആയിട്ട് 3 സ്റ്റെപ്പുകളാണുള്ളത്. സ്റ്റെപ്പ് 1 ഇനീഷിയേഷൻ. ഇനീഷിയേഷൻ സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ഫ്രീ റാഡിക്കൽസ് ഫോം ചെയ്യുന്ന സ്റ്റെപ്പാണ്. ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ. ഓക്കെ, ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ ഫ്രീ റാഡിക്കൽസ് എന്താന്ന് പഠിപ്പിച്ചു തന്നില്ലേ? ഒരു ബോണ്ട് ഈക്വൽ ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഓരോ ഇലക്ട്രോണിന് 2 പേർക്ക് കൊടുക്കുന്ന ആ സെറ്റപ്പ്, അതിനെയാണ് ഞാൻ ഫ്രീ റാഡിക്കൽ എന്ന് പറഞ്ഞത് അല്ലേ? ഓക്കെ, അതാണ് നമ്മുടെ ഫസ്റ്റ് സ്റ്റെപ്പ്. സെക്കൻഡ് വൺ എന്ന് പറഞ്ഞാല് നമ്മുടെ പ്രൊപ്പഗേഷൻ സ്റ്റെപ്പാണ്. പ്രൊപ്പഗേഷൻ. ആൻഡ് തേർഡ് സ്റ്റെപ്പ് എന്ന് പറഞ്ഞാല് ടെർമിനേഷൻ. ടെർമിനേഷൻ. ഓക്കെ, അപ്പൊ ആദ്യം ഈ സബ്സ്റ്റിറ്റ്യൂഷൻ നടക്കണം എന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ എന്ത് നടക്കണം? ഇനീഷിയേഷൻ നടക്കണം, അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ ഫോം ചെയ്തിട്ടുണ്ടാവണം. അപ്പൊ നമുക്ക് ഈ കേസ് തന്നെ എടുക്കാം, CH4 പ്ലസ് Cl2. അപ്പൊ ആദ്യം അവിടെ എന്താ നടക്കണ്ടേന്ന് അറിയോ? ഫ്രീ റാഡിക്കൽ ഫോം ചെയ്തിട്ടുണ്ടാവണം. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ എന്ത് ചെയ്യുന്നു? ഈ ക്ലോറിനെ നമ്മൾ ഫ്രീ റാഡിക്കൽ ആക്കണു. അപ്പൊ അവിടെ എന്ത് സംഭവിക്കും? നമ്മുടെ ക്ലോറിൻ എന്ന് പറയുന്നത്, ക്ലോറിൻ ഗ്യാസ് എന്ന് പറയുന്നത് ക്ലോറിൻ ഫ്രീ റാഡിക്കൽസ് ആയിട്ട് കൺവേർട്ടഡ് ആവും. അതാണ് ഫസ്റ്റ് സ്റ്റെപ്പ്. ഹായ് വൈകാബിനു, ആ തൂണിന് ഒരു മോചനം കൊടുത്തു. നിങ്ങൾ എവിടെയെങ്കിലും വേറെ പോയിരിക്കുവോ? ഇത് നേരെ ഈ തൂണിന്റെ അടുത്താണ് ഈ കുട്ടി ഇരിക്കുക. 10ാം ക്ലാസ് എക്സൈറ്റഡ് ആയിട്ട് വിളിക്കുന്ന മോദി ഒന്ന് കാണിച്ചിട്ട് പോകും. എന്നെ ഇത് കാണണോ നിങ്ങൾക്ക്? ഞാൻ ഇടയ്ക്ക് ഇങ്ങനെ ക്ലാസ്സിലേക്ക് വരാം. എല്ലാവർക്കും ഹായ്. കെമിസ്ട്രി ഒക്കെ നന്നായിട്ട് പഠിച്ചോളൂ കേട്ടോ. ഭയങ്കര ബുദ്ധിമുട്ടുള്ള സബ്ജക്ട് ആണെന്നാണ് പൊതുവെ പറയാറ്. എല്ലാരും നന്നായിട്ട് പഠിക്കുക കേട്ടാ. സുഖമാണ് കേട്ടാ, സുഖമാണ്. നിങ്ങൾക്കൊക്കെ സുഖമല്ല ഐശ്വര്യ രാജേഷ്? സാറിന്റെ എല്ലാ പിള്ളേരുണ്ടോ? ഐശ്വര്യ വൈകേനൊക്കെ എനിക്കറിയാം. നമ്മുടെ എന്താണ് അവന്റെ പേര്? ഞാൻ പറഞ്ഞു സെൽവകുമാർ. അവന്റെ അനിയനെയും ഞാൻ പഠിപ്പിക്കുന്നുണ്ട്. കേക്കില്ല. പഠിച്ചോ. ഞാൻ വെറുതെ ഈ ആമ്പിള്ളേരുടെ ഒക്കെ മോൻ കണ്ടു കഴിഞ്ഞാൽ ഇറങ്ങി പോടാ എന്നുള്ളൊരു സാധനത്തിലാണ് അവന്മാരൊക്കെ ഇരിക്കുന്നത്. അതുകൊണ്ട് ഞാൻ പോവാണ്. ആ ദീപുവിന്റെ ഒക്കെ മനസ്സിൽ അതാണ്. ദീപു ഇങ്ങനെ ഹെഡ്സെറ്റ് വെച്ചിരിക്കുന്നത് ദേവപ്രീതും ഒക്കെ അങ്ങനെ ഇരിക്കണേ. ഇന്ന് പോയിട്ട് വേണം ബാക്കി പഠിക്കാൻ എന്നുള്ളത് പോലെ. ശരി എന്നാ, ആയിക്കോട്ടെ, നടക്കട്ടെ, പരിപാടി നടക്കട്ടെ. ശരി, എന്റെ മക്കള് പഠിച്ചു, നമ്മളെ ചുമ്മാ ചൊറിയാൻ വരേണ്ടതാ. ആ സാറിന്റെ ക്ലാസ് കഴിഞ്ഞു, ഇപ്പൊ എന്റെ ക്ലാസ് കഴിഞ്ഞിട്ടില്ല, ഇപ്പൊ ചുമ്മാ ചൊറിയാൻ വന്നതാ. സന്തോഷായില്ലേ എല്ലാവർക്കും? ശരി, അപ്പൊ എന്റെ മക്കൾ എഴുതിക്കോ. ഫസ്റ്റ് സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഫ്രീ റാഡിക്കലിന്റെ ഫോർമേഷൻ. അതായത് ക്ലോറിൻ ഗ്യാസ് ബ്രേക്ക് ആയിട്ട് 2 ഫ്രീ റാഡിക്കൽസ് ആയിട്ട് മാറി. അതെങ്ങനെയാ 2 ഫ്രീ റാഡിക്കൽസ് ആയിട്ട് മാറിയത്? അതിന്റെ ബോണ്ട് ഈക്വൽ ആയിട്ട് ബ്രേക്ക് ചെയ്തിട്ട് ഇലക്ട്രോൺസിന് ഈക്വൽ ആയിട്ട് കൊടുത്തു. ഓക്കെ, അപ്പൊ എഴുതിക്കോ ഫസ്റ്റ് സ്റ്റെപ്പ്. സ്ക്രീൻ ക്ലിയർ അല്ല? സ്ക്രീൻ ആർക്കും ക്ലിയർ അല്ല? ഒറ്റ മിനിറ്റ് കേട്ടോ, ഞാൻ ചെക്ക് ചെയ്യട്ടെ. കുഴപ്പമൊന്നുമില്ലല്ലോ. ഒരു കുഴപ്പമില്ല, നിങ്ങളുടെ നെറ്റിന്റെ കുഴപ്പമാണ്. ഒന്ന് ഇറങ്ങിയിട്ട് കയറൂ, അല്ലെങ്കിൽ ഞാൻ നെറ്റ് ഒന്ന് ചെക്ക് ചെയ്യൂ, ഒരു പ്രശ്നവും ഇല്ല. ശരി, അപ്പൊ ഫസ്റ്റ് സ്റ്റെപ്പ് ക്ലിയർ ആയി. അടുത്തതില് നമുക്ക് ഈ ചെയിൻ ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കണം. അതാണ് ഈ പ്രൊപ്പഗേഷന്റെ അർത്ഥം. ഓക്കെ, അപ്പൊ പ്രൊപ്പഗേഷനിൽ നമ്മൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാല് ഈ ഫ്രീ റാഡിക്കലിനെ പോയിട്ട് നമ്മുടെ CH4 ആയിട്ട് റിയാക്ട് ചെയ്യും. അപ്പൊ CH4 പ്ലസ് Cl ഫ്രീ റാഡിക്കൽ. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? എന്തായിരിക്കും കിട്ടാ? നിങ്ങളൊന്ന് ഗസ് ചെയ്ത് നോക്കി. ഞാൻ നേരത്തെ നിങ്ങളോട് പറഞ്ഞു തന്നു, HCl എന്ന് പറഞ്ഞൊരു സാധനം പോവും. അതെന്തായാലും ഇവിടെ നടക്കില്ലേ? ബാക്കി എന്താ ഉണ്ടാവുക? CH3 CH3 ഫ്രീ റാഡിക്കൽ. ആ റാഡിക്കൽ അവിടെ നിന്നിട്ടില്ല, അതാണ് റാഡിക്കലിന്റെ പ്രത്യേകത. അതിനൊരു എൻഡ് കിട്ടിയാലേ നിൽക്കുള്ളൂ. ഈ റാഡിക്കൽ എങ്ങനെ സ്റ്റോപ്പ് ആവാ? റാഡിക്കൽ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ മീതെ ഒരു ഇലക്ട്രോൺ പൊട്ടിയിരിപ്പുണ്ട്. അതിനെ പോലത്തെ തന്നെ പൊട്ടിയിരിക്കുന്ന ഒരു ഇലക്ട്രോൺ വന്നിട്ട് അവര് ജോയിൻ ചെയ്തിട്ട് ഒരു ബോണ്ട് ഫോം ചെയ്താലാണ് എന്ത് സംഭവിക്കുക? അത് പോവുള്ളൂ, അത് സ്റ്റോപ്പ് ആവുള്ളൂ. അപ്പൊ ഇവിടെ നടക്കുന്നത് പ്രൊപ്പഗേഷൻ ആണ്. ഇനി എന്ത് സംഭവിക്കുന്നു? ഇത് വീണ്ടും പോയിട്ട് റിയാക്ട് ചെയ്താൽ ചെയിൻ ഇങ്ങനെ ലോങ് ആക്കിക്കൊണ്ടിരിക്കും. അതാണ് പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ്. ആ പേര് പറയുന്നത് തന്നെ പ്രൊപ്പഗേഷൻ. ഇതിങ്ങനെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. അപ്പൊ ആ സ്റ്റെപ്പുകൾ എഴുതിയെടുത്തോ. പിന്നെ ഇത് വീണ്ടും പോയിട്ട് നമ്മുടെ ക്ലോറിന്റെ കൂടെ റിയാക്ട് ചെയ്യും, പ്ലസ് Cl2. അപ്പൊ നമുക്ക് എന്ത് കിട്ടുന്നു? CH3 Cl പ്ലസ് ക്ലോറിൻ ഫ്രീ റാഡിക്കൽ.
ഇങ്ങനെയാണ് നമുക്ക് കിട്ടുന്നത്. അപ്പൊ ഇവിടെ കണ്ട വീണ്ടും ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ഇരിക്കുന്നത് കണ്ട, അത് വീണ്ടും പോയിട്ട് ആ ചെയിൻ്റെ അറ്റത്ത് പോയി റിയാക്ട് ചെയ്യും. ഇതിങ്ങനെ നോൺ സ്റ്റോപ്പ് ആയിട്ട് നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ നമ്മുടെ ആ റിക്വയർമെന്റ് നമുക്കറിയില്ല. ഇപ്പൊ നമ്മളൊരു പ്രൊഡക്റ്റ് ഉണ്ടാക്കാൻ പോവായിരിക്കും. അപ്പൊ ആ പ്രൊഡക്റ്റ് ഉണ്ടാക്കുന്നത് വരെയാണ് നമ്മുടെ റിക്വയർമെന്റ്. അപ്പൊ അത് വരെ ഇതിങ്ങനെ നടന്നുകൊണ്ടിരിക്കും. അങ്ങനെ ഈ ആവശ്യം വരെ ഇത് നടന്നു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എന്തെങ്കിലും ഒരു പർട്ടിക്കുലർ സാധനം അവിടെ ഇട്ട് കൊടുക്കും, അത് നിൽക്കാൻ വേണ്ടിയിട്ട്. ഓക്കെ, ടെർമിനേഷൻ നടക്കാൻ വേണ്ടിയിട്ട്. അങ്ങനെ അടുത്ത സ്റ്റെപ്പാണ് ടെർമിനേഷൻ. അപ്പൊ ആ ടെർമിനേഷനിൽ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഫ്രീ റാഡിക്കൽസ് സ്റ്റോപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ എന്ത് വേണം? ഫ്രീ റാഡിക്കൽ തന്നെ വരണം. എന്നിട്ട് അവർ തമ്മിൽ ജോയിൻ ചെയ്തിട്ട് ഒരു ബോണ്ട് തന്നെ ഫോം ചെയ്യണം. അപ്പൊ എങ്ങനെയൊക്കെ ഫോം ചെയ്യാം? 3 രീതിയിൽ ഫോം ചെയ്യാൻ പറ്റൂ അല്ലെ? എങ്ങനെയൊക്കെയാ? ഒന്നില്ലെങ്കിൽ ഒരു ക്ലോറിനും കൂടെ വരാം അല്ലേ? പിന്നെ എങ്ങനെ വരാം? ഒരു CH3 ഫ്രീ റാഡിക്കലും ഒരു CH3 ഫ്രീ റാഡിക്കലും കൂടെ വരാം. പിന്നെ ഏതാ വരാൻ ചാൻസ് ഉള്ളേ? ഒരു CH3 ഫ്രീ റാഡിക്കലും ഒരു ക്ലോറിൻ ഫ്രീ റാഡിക്കലും കൂടെ വരാം അല്ലേ? ഇതൊക്കെ ജോയിൻ ചെയ്ത് എങ്ങനെയായിരിക്കും വരാൻ പോകുന്നത്? ഇത് രണ്ടും ജോയിൻ ചെയ്ത് എന്താ കിട്ടാ? Cl2. എടാ, ഫ്രീ റാഡിക്കൽസ് ജോയിൻ ചെയ്ത് അതിന്റെ ഇടയിൽ ഒരു ബോണ്ട് ഫോം ചെയ്യും, അത്രേ ഉള്ളൂ. തല മുണ്ടാക്കി ആലോചിക്കാൻ മാത്രമൊന്നും ഇല്ല. അപ്പൊ ഇവിടെ എന്താ സംഭവിക്കുക? CH3. ഇവിടെ എന്താ സംഭവിക്കുക? CH3Cl. ഓക്കെ, എന്നാ എഴുതി വെക്കി. അപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസ് മെയിൻ ആയിട്ട് 3 സ്റ്റെപ്പുകളിലാണ് നടക്കുന്നത്. ഇനീഷ്യേഷൻ അല്ലെങ്കിൽ ഫ്രീ റാഡിക്കൽ ഫോർമേഷൻ സ്റ്റെപ്പ്, പ്രൊപ്പഗേഷൻ സ്റ്റെപ്പ്, ടെർമിനേഷൻ സ്റ്റെപ്പ്. ഇനീഷ്യേഷൻ സ്റ്റെപ്പിൽ നമ്മൾ എന്താ പറഞ്ഞത്? ഫ്രീ റാഡിക്കൽസിനെ ഫോം ചെയ്യുന്നു. സെക്കൻഡില് പ്രൊപ്പഗേഷനിൽ നമ്മുടെ ആ ഒരു ഫോം ചെയ്ത ഫ്രീ റാഡിക്കൽ നമുക്ക് വേണ്ട അത്രയും പ്രാവശ്യം ആൾക്കാരായിട്ട് റിയാക്ട് ചെയ്തുകൊണ്ടിരിക്കുന്നു. അങ്ങനെ എന്ത് റിയാക്ട് ചെയ്താലും അവസാനം നമുക്കൊരു ഫ്രീ റാഡിക്കൽ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കും. അതെന്തിനാ കിട്ടിക്കൊണ്ടിരിക്കുന്നത്? നമുക്ക് ആവശ്യമുള്ള അത്ര ആ ചെയിനെ എലോങ്ങേറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട്. അങ്ങനെ ആവശ്യമുള്ള ആ ലെങ്ത് കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ അത് എന്ത് ചെയ്യുന്നു? അത് ടെർമിനേറ്റ് ചെയ്യാൻ ട്രൈ ചെയ്യണു. അത് തന്നെ പോയി ടെർമിനേറ്റ് ചെയ്യില്ല. അവിടെ നമ്മൾ എന്തെങ്കിലും എക്സ്റ്റേണൽ റിയേജന്റ് ഇട്ട് കൊടുക്കേണ്ടി വരും. അതിപ്പോ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് പഠിക്കാനില്ല. അതൊക്കെ വേണമെങ്കിൽ MSc അല്ലെങ്കിൽ BSc പഠിക്കണം. BSc പഠിക്കാനുണ്ട്. BSc കെമിസ്ട്രി എടുത്തിട്ട് പോയി പഠിച്ചോ. അതെന്തായാലും ഇപ്പൊ പഠിക്കേണ്ട. അപ്പൊ ഞാൻ പറഞ്ഞു എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ടെർമിനേഷൻ. അപ്പൊ ടെർമിനേഷൻ നടക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം? ഫ്രീ റാഡിക്കൽസ് 2 എണ്ണം വേണം. ഓക്കെ, ഏതെങ്കിലും 2 ഫ്രീ റാഡിക്കൽസ് വന്നാലാണ് ആ ടെർമിനേഷൻ നടക്കുള്ളൂ. പക്ഷെ ഞാൻ നിങ്ങളോട് പറഞ്ഞു, ഏതെങ്കിലും ഫ്രീ റാഡിക്കൽ ആയിക്കോട്ടെ, ഈ റിയാക്ഷനിലുള്ള ആയിക്കോട്ടെ, എനിക്ക് ക്ലോറിൻ തന്നെ വേണമെന്ന് നിർബന്ധമില്ല. ഓക്കെ, അപ്പൊ ഒരു ക്ലോറിനും വേറൊരു ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ആവാം, അല്ലെങ്കിൽ ഒരു CH3 ക്ലോറിൻ ഫ്രീ റാഡിക്കൽ ആവാം, അല്ലെങ്കിൽ 2 CH3 ഫ്രീ റാഡിക്കൽസ് ആവാം. ഓക്കെ, അപ്പൊ ടെർമിനേഷൻ ആയോ? ഈ 3 കാര്യങ്ങൾ എഴുതി വെച്ചോ. ഇതാണ് നമ്മുടെ ഫസ്റ്റ് കെമിക്കൽ റിയാക്ഷൻ ഓഫ് ആൽക്കെയിൻസ്. അപ്പൊ അടുത്ത് എഴുതിക്കോ, കമ്പഷൻ റിയാക്ഷൻ. കമ്പഷൻ റിയാക്ഷൻസ് എന്ന് പറഞ്ഞാൽ എന്താണ്? കമ്പഷൻ എന്ന് പറഞ്ഞാല് ഓക്സിജൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. അപ്പൊ എന്റെ മക്കൾ എഴുതിക്കോ, CH4 എന്ന് പറയുന്നത് ഒരു ആൽക്കെയിൻ അല്ലേ? കഴിഞ്ഞിട്ടുണ്ടായില്ല. ഒരൊറ്റ മിനിറ്റ് ഗൈസ്, വേഗം എഴുതിയേ, കഴിയാത്ത ആൾക്കാര്. വേഗം വേഗം, സമയൊക്കെ ചലിക്കുന്നുണ്ട്. ഉറങ്ങി പോണ്ട ആരെങ്കിലൊക്കെ ചുമരുമ്പോ ചാരി ഇരുന്ന്? ഇല്ല. എനിക്ക് അങ്ങനെ തോന്നി, അപ്പൊ എന്നെ തോന്നലായിരിക്കും. ഞാൻ സുഖായിട്ടൊക്കെ ചാരി ഇരിക്കുന്നുണ്ട് ആൾക്കാര്. ഇല്ലല്ല, ചാരി ഇരുന്ന് ഉറങ്ങിയവരെ മാത്രമേ ഞാൻ ഉദ്ദേശിച്ചുള്ളൂ. ചാരി ഇരുന്ന് ഉറങ്ങാത്തവര് ടെൻഷൻ ആവണ്ട. നോക്കുമ്പോ എല്ലാവരുടെ മുഖത്തൊരു പേടി. നിങ്ങൾ എല്ലാവരും ഉറങ്ങിയായിരുന്ന? എക്സാം ആണോ? നാളെയാണോ എക്സാം? എന്ത് എക്സാം ആണ് നാളെ? മോഡലാണോ? ഷാഹിദ് ഭക്ഷണം കഴിക്കുന്നത് കാണിക്കാൻ വേണ്ടിട്ടാണോ ക്ലാസ്സിൽ വരാറുണ്ട്? ആ ക്ലാസ്സിൽ വന്നപ്പോ ഫുഡ് എടുക്കും. സീരീസ് ടെസ്റ്റ് ആണ്. സ്കൂളിൽ പോർഷൻസ് ഒക്കെ കഴിഞ്ഞോ? എല്ലാ ചാപ്റ്റേഴ്സും കഴിഞ്ഞോ? ഇതിപ്പോ കഴിഞ്ഞില്ലേ? ഇനി കമ്പഷൻ റിയാക്ഷൻ എഴുതിക്കോ. കമ്പഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് ഓക്സിജൻ ആയിട്ടുള്ള ട്രീറ്റ്മെന്റ്. അപ്പൊ എഴുതിക്കോ, CH4 എന്ന് പറയുന്നത് ആൽക്കീൻ ആണല്ലേ, പ്ലസ് O2 ഗീവ്സ് എന്തായിരിക്കും തരാൻ പോകുന്നത്? കാർബൺ ഡയോക്സൈഡ് പ്ലസ് വാട്ടർ. അതൊന്ന് ബാലൻസ് ചെയ്ത് എഴുതിയേ. ബാലൻസ് ചെയ്യാൻ അറിയോ? +1 8ാം ക്ലാസ്സിൽ പഠിച്ച സാധനം. കാർബണിന്റെ എണ്ണം കറക്റ്റ് ആണ്, ഓക്സിജന്റെ എണ്ണം കറക്റ്റ് ആണ്, ഹൈഡ്രജന്റെ എണ്ണം കറക്റ്റ് അല്ല. അപ്പൊ ഇവിടെ ഒരു 2 ഇട്ട് കൊടുത്താൽ മതി. എന്നാലും ബാലൻസ്ഡ് ആവില്ല. ഇവിടെ ഒരെണ്ണം കൂടി ഇട്ടു, സെറ്റായി.
ഞാൻ വേറൊരെണ്ണം തന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ ഹോംവർക്ക് ആയിട്ട് ചെയ്യോ? ഇത് മീതേൻ അല്ലേ? ഈതേന്റെ ചെയ്തോട്ടാ. ഈതേന്റെ കമ്പഷൻ, ഈതേൻ പ്ലസ് O2 ഹോംവർക്ക് ആയിട്ട് ചെയ്തോ, ഞാൻ ഇപ്പൊ ചെയ്യിക്കണില്ല. ഓക്കെ, ഇത് കമ്പഷൻ റിയാക്ഷൻ. ഇതെന്ന് പറഞ്ഞാൽ കംപ്ലീറ്റ് ആയിട്ട് കത്തിപ്പോവാണെന്നുണ്ടെങ്കിൽ 2CO2 വേണ്ട. 2CO2 എന്തിനാണ്? ഇവിടെ ആകെ ഒരു കാർബൺ അല്ലേ ഉള്ളൂ, ഇപ്പുറത്തൊരു കാർബൺ. ഇവിടെ മൊത്തത്തിൽ 4 ഓക്സിജൻ ഉണ്ട്. ഇവിടെ 2 ഓക്സിജൻ, ഇവിടെ 2 ഓക്സിജൻ. മൊത്തത്തില് 2 + 2 4 ഓക്സിജൻ. ഇപ്പൊ എല്ലാം ബാലൻസ്ഡ് ആണ്. 2CO2ന്റെ ആവശ്യമില്ല കേട്ടാ. ഓക്കെ, ഞാൻ പറഞ്ഞത് ഇത് കംപ്ലീറ്റ് കമ്പഷന്റെ കാര്യമാണ്. ഓക്കെ, ഇനി ഞാൻ നിങ്ങളോട് പറയാണ്, കംപ്ലീറ്റ് കമ്പഷൻ അല്ല ഞാൻ നടത്തിയ സമയത്ത് പാർഷ്യൽ കമ്പഷനെ നടന്നുള്ളൂ. അതായത് കംപ്ലീറ്റ് ആയിട്ട് കത്തിപ്പോയില്ല, ഇൻകംപ്ലീറ്റ് ആയിരുന്നു. അപ്പൊ അതിന്റെ കേസ് എഴുതിക്കോ, CH4ന്റെ ഇൻകംപ്ലീറ്റ് കമ്പഷൻ. ഇൻകംപ്ലീറ്റ്. അപ്പോ എനിക്ക് എന്ത് കിട്ടില്ല? കാർബൺ ഡയോക്സൈഡ് കിട്ടില്ല. ബി ആട്ടോ. അപ്പൊ എനിക്ക് എന്തായിരിക്കും കിട്ടുന്നത്? കാർബൺ മോണോക്സൈഡ് അല്ല, കാർബൺ. കാർബൺ ആണ് കേട്ടോ കിട്ടാം. കാർബൺ പ്ലസ് വാട്ടർ കിട്ടും. അത് ബാലൻസ് ചെയ്ത് എഴുതിക്കോ. ഇവിടെ 4 ഹൈഡ്രജൻ ഉണ്ട്, 2 ഓക്സിജൻ ഉണ്ട്. അപ്പൊ ഇവിടെ 2 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ എല്ലാം കറക്റ്റ് ആണ്. ഓക്കെ, എടാ ഇതൊക്കെ എഴുതാൻ 1 മിനിറ്റ് മതി കേട്ടാ. ഇതൊന്നും അത്ര വലിയ ഇമ്പോർട്ടന്റ് ടോപ്പിക് അല്ല. ഇത് എഴുതി കഴിഞ്ഞ എല്ലാവരുടെയും കഴിഞ്ഞു എന്നുണ്ടെങ്കിൽ അടുത്ത് എഴുതിക്കോ, കൺട്രോൾഡ് ഓക്സിഡേഷൻ. ഞാൻ ക്ലാസ്സിൽ പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നു മെത്ത് എത്ത്. നിങ്ങൾ ഇത് എഴുതി വെച്ചോട്ടെ, ഞാനിത് വേറൊരാൾക്ക് വേണ്ടി പറയുന്നതാണ്. മെത്ത് എത്ത് പ്രൊപ്പ് ബ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ് പഠിപ്പിച്ചിട്ടുണ്ടായിരുന്നില്ലേ? മെത്ത് എന്ന് പറഞ്ഞ ഒരു കാർബൺ, എത്ത് എന്ന് പറഞ്ഞ 2 കാർബൺ, പ്രൊപ്പ് എന്ന് പറഞ്ഞ 3 കാർബൺ, ബ്യൂട്ട് എന്ന് പറഞ്ഞ 4 കാർബൺ. ആൽക്കെയിൻസിന്റെ ഫോർമുല എന്താ? CnH2n+2. CnH2n+2. അപ്പൊ നമ്മൾ എന്താ ചെയ്യേണ്ടത്? ഈതേൻ ചോദിക്കുമ്പോ 2 ആണ് എന്ന് വരുന്നത്. ഓക്കെ, അപ്പൊ 2 ഇട്ട് കൊടുത്താൽ മതി. C2H2 × 2 + 2. വേഗം എഴുതിക്കോ, വേഗായിക്കോട്ടെ. എടാ ജസ്റ്റ് ആ CnH2n+2 ഇട്ട് കൊടുക്കടാ. 2 കാർബൺ ആണ് ഈതേന് വരാ. അപ്പൊ ഈതേനൊന്ന് ജസ്റ്റ് ഈതേന്റെ ഫോർമുല ഒന്ന് എല്ലാവരും എഴുതി ഞാൻ ഒന്ന് കാണട്ടെ, എന്റെ ആഗ്രഹം കൊണ്ടാ. എല്ലാരും കമന്റ് ചെയ്തോട്ടാ. ഇതൊക്കെയാണ് ബേസിക്. C2H6 ഇങ്ങനെ ആർക്കെങ്കിലും കിട്ടിയ CH3 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല, C2H6 എന്ന് പറഞ്ഞാലും കുഴപ്പമില്ല. എന്തായാലും സാധനം ഇപ്പൊ എഴുതാൻ കിട്ടിയില്ല എല്ലാവർക്കും. ഇനി ആർക്കെങ്കിലും ഇതൊക്കെ അറിയാത്തതുണ്ടോ? ഇനിയിപ്പോ ബ്യൂട്ടൈൻ എന്ന് ഞാൻ പറഞ്ഞാലോ, ബ്യൂട്ടൈൻ അതെന്ന് പറഞ്ഞൊരു ആൽക്കൈനാണ്. ആൽക്കൈന്റെ ഫോർമുല എന്താ? CnH2n-2. ഓക്കെ, ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ 4 കാർബൺ വരുന്ന കേസാണ്. അപ്പൊ നിങ്ങൾ എങ്ങനെ കൊടുക്കണം? C4H2 × 4 - 2 ഇങ്ങനെ വേണട്ടെ എഴുതാൻ. യെസ്, എന്താണ് ഡൗട്ട്? സൈബ പറഞ്ഞോ. കേൾക്കാൻ പറ്റുന്നില്ല, അൺമ്യൂട്ട് പറഞ്ഞു. ഇപ്പോ ഒന്നും മനസ്സിലായിട്ടില്ല എന്നാണോ? മെത്ത് പ്രൊപ്പ് ബ്യൂട്ട് എന്നൊക്കെ പറഞ്ഞ കാര്യങ്ങൾ അറിയാവോ? ഇതൊക്കെ കഴിഞ്ഞ ചാപ്റ്ററിലുള്ള കാര്യമാണ്, നമ്മുടെ ഓർഗാനിക് കെമിസ്ട്രിയുടെ ബേസിക്സിലുള്ള കാര്യമാണ്. ഓക്കെ, അതായത് ഒരു കാർബൺ വരാണെന്നുണ്ടെങ്കിൽ ഓർഗാനിക് കോമ്പൗണ്ടിന് നമ്മൾ മെത്ത് എന്നാണ് റൂട്ട് വേർഡ് കൊടുക്കുക. പിന്നെ എത്ത്, പ്രൊപ്പ്, ബ്യൂട്ട്, പെന്റ്. ഓക്കെ, അതൊക്കെ ആ ഒരു ഓർഗാനിക് കെമിസ്ട്രിയുടെ അത് അറിയില്ലേ?
അറിയോ? യെസ്. അപ്പോ ഞാനിപ്പോ പറഞ്ഞത്, എന്റെ അടുത്ത് ഒരാൾ ചോദിച്ചു നമ്മള് ഈതേന്റെ പേര് എങ്ങനെ എഴുതാന്ന്, ഈതേന്റെ സ്ട്രക്ചർ എങ്ങനെ എഴുതാന്നുള്ളത്. ഓക്കെ, ഇപ്പൊ ഈതേന്നോ ബ്യൂട്ടൈനോ എന്ത് വേണേലും ആവാം. ഇപ്പൊ ഞാൻ ബ്യൂട്ടൈൻ പറഞ്ഞുതരാം. ബ്യൂട്ടൈൻ. ഓക്കെ, ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഇറ്റ് ഇസ് എൻ ആൽക്കൈൻ. ഞാൻ ഇന്നലത്തെ ക്ലാസ്സിൽ നിങ്ങളോട് ഞാൻ പറഞ്ഞു ആൽക്കൈന്റെ ഫോർമുല എന്താ? CnH2n+2. ആൽക്കീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? CnH2n. ആൽക്കൈൻ എന്ന് പറഞ്ഞാൽ എന്താണ്? CnH2n-2 അല്ലേ? ഇപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞേക്കുന്നത് ബ്യൂട്ടൈൻ എഴുതാണ്. ബ്യൂട്ടൈൻ എന്ന് പറഞ്ഞാൽ എന്താ? അതിന്റെ റൂട്ട് വേർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ബ്യൂട്ട് എന്ന് പറഞ്ഞാല് അതിന്റെ റൂട്ട് വേർഡ് എന്ന് പറയുന്നത് 4 ആണ് അല്ലെ? അപ്പൊ n എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് കാർബൺ, അത് 4 അല്ലേ? അത് ജസ്റ്റ് ഇതിനകത്ത് ഇട്ട് കൊടുത്തോ. C4H2 × 4 - 2. അപ്പൊ എത്രയാ കിട്ടുന്നത്? C4H6. ഓക്കെ, ഇങ്ങനെയാണ് ഓരോന്നും എഴുതേണ്ടത്. ഇതിപ്പോ ഞാനൊരു ആൽക്കൈന്റെ കേസാ പറഞ്ഞത്. ഇനിയിപ്പോ ആൽക്കൈൻ ചോദിച്ചാൽ നിങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടിന്റെ ആവശ്യമില്ല. നിങ്ങൾ അതിനനുസരിച്ച് ഇതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് കൊടുക്കേണ്ട കാര്യമുള്ളൂ. ഓക്കെ, ഇങ്ങനത്തെ ഇതൊക്കെ ബേസിക് ആണ്. ഇതൊക്കെ അറിയാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചു. എനിക്കറിയാം ഈ ക്ലാസ്സിൽ ഇങ്ങനെ വരുമ്പോഴാണ് ഓരോരുത്തർ ചോദിക്കുന്നത്. അപ്പൊ അങ്ങനെ ആരെങ്കിലും ഒക്കെ ഉണ്ടെങ്കിൽ എന്തായാലും ക്ലിയർ ചെയ്ത് പൊക്കോ. അപ്പൊ എനിവേ, കൺട്രോൾഡ് ഓക്സിഡേഷൻ. കൺട്രോൾഡ് ഓക്സിഡേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ കൺട്രോൾ ചെയ്തിട്ട് അതിന് പർട്ടിക്കുലർ ആയിട്ട് പയ്യാണ് ആ ഓക്സിജൻ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. അപ്പൊ എന്റെ മക്കൾ എഴുതിക്കോ, CH4 വെച്ചിട്ട് തന്നെയാണ് ഇത് പഠിക്കാനുള്ളത്. അപ്പൊ ഞാൻ ഓക്സിജനെ കൺട്രോൾ ആയിട്ടാണ് ആഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ ഇവിടെ യൂസ് ചെയ്തേക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് മോളിബ്ഡിനം ഓക്സൈഡ് ആണ്, MO2O3. അത് നമ്മൾ ഹീറ്റ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് എന്താ കിട്ടുന്നത്? HCHO, ഫോർമാൽഡിഹൈഡ് ആൻഡ് വാട്ടർ. ഓക്കെ, ഞാൻ നേരത്തെ ഓക്സിജൻ ആഡ് ചെയ്ത് കത്തിച്ചു കഴിഞ്ഞപ്പോ എനിക്ക് എന്താ കിട്ടിയത്? കാർബൺ ഡൈ ഓക്സൈഡ് വാട്ടർ. കംപ്ലീറ്റ് ആയിട്ട് കത്തിപ്പോയി കഴിഞ്ഞ് എനിക്ക് കിട്ടാൻ പോകുന്നത് കാർബൺ ഡൈ ഓക്സൈഡ് ആൻഡ് വാട്ടർ. പക്ഷെ കംപ്ലീറ്റ് ആയിട്ട് കത്തിയില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എന്ത് കിട്ടും? ഇൻകംപ്ലീറ്റ് ആണെന്നുണ്ടെങ്കിൽ എനിക്ക് കാർബണും വാട്ടർ ആണ് കിട്ടുന്നത്. പക്ഷെ അതിന് പകരം ഞാൻ കൺട്രോൾഡ് ആയിട്ട് ചെയ്യാണ്. ആ കൺട്രോൾഡ് ആക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇവിടെ എന്താ യൂസ് ചെയ്തത്? ഇവിടെ ഒരു കാറ്റലിസ്റ്റിനെ ഞാൻ ഇട്ടു, മോളിബ്ഡിനം ഓക്സൈഡ്. ഓക്കെ, അപ്പൊ എനിക്ക് എന്താ കിട്ടിയത്? വേറെ തന്നെ ഒരു പ്രൊഡക്റ്റ് കിട്ടി. CHO ഗ്രൂപ്പ് വരുന്നത് ആരാ? CHO ഫങ്ഷണൽ ഗ്രൂപ്പ് വരുന്നത് ആൽഡിഹൈഡ്. ആൽഡിഹൈഡ്. അപ്പൊ ഇത് ഫോർമാൽഡിഹൈഡ്. ബാറ്ററി. എന്റെ വിഷ്ണു, അങ്ങനെയൊക്കെ ചോദിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് ടെക്നിക്കൽ സൈഡ് ഒന്നും അറിയില്ല മോനെ. മിസ്, ഇതിൽ 3H ഉള്ളല്ലോ. ഇത് ബാലൻസ്ഡ് അല്ല. ഇനി ഞാൻ നിങ്ങളോട് വേറെ ഒരു കാര്യം പറഞ്ഞുതരാം. ഓർഗാനിക്കിൽ നിങ്ങൾക്കുള്ള ഒരു അഡ്വാൻറ്റേജ് എന്താന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാല് ഓർഗാനിക്കിൽ ബാലൻസ്ഡ് റിയാക്ഷൻസ് വേണമെന്ന് നിങ്ങൾക്ക് വലിയ നിർബന്ധമില്ല. ബാക്കി ഇൻഓർഗാനിക്കിന്റെ ചാപ്റ്റേഴ്സ് ഒക്കെ ഉണ്ടല്ലോ, കോർഡിനേഷൻ കോമ്പൗണ്ട്സ് പോലത്തെ നിങ്ങൾക്ക് യെസ്, ആ വക ചാപ്റ്റേഴ്സിലൊക്കെ നിങ്ങൾ എല്ലാം ബാലൻസ്ഡ് ആയിട്ട് എഴുതണം. പക്ഷെ ഓർഗാനിക് കെമിസ്ട്രിയിൽ നിങ്ങൾ പ്രൊഡക്റ്റ് കറക്റ്റ് ആയിട്ട് എഴുതിയാൽ മതി. ബാലൻസിങ് കമ്പൽസറി അല്ല. ഓക്കെ, പക്ഷെ ഇപ്പൊ സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷനിൽ ഞാൻ എന്തുകൊണ്ട് അത് വേണമെന്ന് പറഞ്ഞത്? സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ നിങ്ങൾ എന്തായാലും ആ റിയാക്ഷൻ കംപ്ലീറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ കമ്പഷൻ റിയാക്ഷൻ പ്രോപ്പർ ആയിട്ട് എഴുതണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് തന്നെ ഈ കാണാപ്പാടം പഠിക്കാണ്ട് എഴുതണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത് ബാലൻസ്ഡ് ആയിട്ട് വേണം എന്നുള്ളത് കൊണ്ട്. പക്ഷെ വലിയ വലിയ ഓർഗാനിക് റിയാക്ഷൻസ് വരുമ്പോൾ ബാലൻസ്ഡ് പഠിക്കുക എന്ന് പറയുന്നത് അത്ര എളുപ്പമുള്ള കാര്യമല്ല. ഓക്കെ, അപ്പൊ ഇതിനകത്ത് ഇപ്പൊ നിങ്ങൾ ബാലൻസ് ചെയ്യാൻ പോയി കഴിഞ്ഞാൽ കുറച്ചധികം സമയം അവിടെ പോകും. ബാലൻസിങ് നിങ്ങൾക്ക് മാർക്ക് പോലും ഇല്ല. ഓക്കെ, അതുകൊണ്ട് അത് ചെയ്യാൻ വെറുതെ സമയം കളയണ്ട. ഓക്കെ ജിഷ്ണ, പിന്നെ ആരാ? ശരി, അപ്പൊ എന്റെ മക്കൾ ഇത് എഴുതി കഴിഞ്ഞോ? നമുക്ക് അടുത്ത ടോപ്പിക്കിലേക്ക് പോവാം. അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടി എഴുതിക്കോ, ഐസോമറൈസേഷൻ. ഐസോമേഴ്സ് എന്താന്ന് ആർക്കെങ്കിലും ഓർമ്മയുണ്ടോ? അമൃത, എവിടെ അമൃത? ചേട്ടാ, അമൃതനെ കാണണ്ടായല്ലോ. യെസ്, അമൃത എഴുതി. അമൃത, എന്താണ് ഐസോമറിസം അല്ലെങ്കിൽ എന്താണ് ഐസോമേഴ്സ്? ഓർമ്മയുള്ളതെന്ന് പറഞ്ഞേ. ഹലോ, അമൃത ചേട്ടാ, ഇല്ല, പറഞ്ഞില്ല. സെൽവ, അഭിരാമെ, നീ ഇന്നലെ നോട്ട് കാണിക്കുന്നില്ലല്ലോ, ഇന്ന് നിന്നോളൂ കേട്ടോ. അഭിറാം, സെൽവകുമാർ, എന്താണ് സെൽവ ഐസോമേഴ്സ് എന്ന് പറഞ്ഞാല്? പണ്ട് പഠിച്ചിട്ടുള്ളതാ.
എടാ ഞാൻ കഴിഞ്ഞ ചാപ്റ്ററിൽ പഠിപ്പിച്ചെന്നില്ലേ? സെയിം ഫോർമുല, സെയിം മോളിക്കുലർ ഫോർമുലയും ഡിഫറെന്റ് സ്ട്രക്ചേഴ്സും വരുന്ന ആൾക്കാരാണ് ഐസോമേഴ്സ്. വെരി ഗുഡ്. ഓക്കെ, സെയിം മോളിക്കുലർ ഫോർമുല ബട്ട് ഡിഫറെന്റ് സ്ട്രക്ചർ. യെസ്, കറക്റ്റ് ആണ് ആൽബിൻ. അതിപ്പോ സ്ട്രക്ചറൽ ആണെങ്കിൽ മാത്രമാണ് സ്ട്രക്ചേഴ്സ് തന്നെ പറയുന്നത്. ചിലപ്പോൾ ഇനി ജോമെട്രി ആണെങ്കിൽ ചിലപ്പോൾ അതിന്റെ അറേഞ്ച്മെന്റ് മാത്രമേ ഉണ്ടാവുള്ളൂ. ഞാൻ നിങ്ങളൊരു വലിയൊരു ഫ്ലോ ചാർട്ട് ഒക്കെ വെച്ച് പഠിപ്പിച്ചു തന്നിട്ടുണ്ടായിരുന്നില്ലേ ആ കാര്യം. അപ്പൊ ഐസോമേഴ്സിന്റെ മക്കൾ എഴുതിക്കോ. അപ്പൊ നമ്മുടെ ആൽക്കീൻസിന്റെ കേസിൽ സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കീൻസ് ആണെങ്കിൽ ഈ പറയുന്ന ആൾക്കാരെ ഞാൻ ഹീറ്റ് ചെയ്യുകയാണെങ്കിൽ എന്തിന്റെ പ്രസൻസിൽ? അൺഹൈഡ്രസ് AlCl അലൂമിനിയം ക്ലോറൈഡും അതുപോലെ തന്നെ ഹൈഡ്രജൻ ക്ലോറൈഡുമായിട്ട് ട്രീറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് എന്റെ സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കീൻസ് ബ്രാഞ്ച്ഡ് ചെയിൻസ് ആയിട്ട് കൺവേർട്ട് ചെയ്യും. ഓർഗാനിക് കുറച്ചുകൂടി സിമ്പിൾ ആയിട്ട് തോന്നി. ഇത് ബേസിക്സ് ആയതുകൊണ്ടാണ്. ചിലപ്പോൾ അടുത്ത പോലെ ചിലവർക്ക് ഇഷ്ടപ്പെടും. അതാണ് ഞാൻ പറഞ്ഞൊരു കാര്യം. ചിലർക്ക് ഓർഗാനിക് കുറച്ചുകൂടി ഈസി ആയി. ശരിക്കും ഓർഗാനിക് ആണ് ഈസി. എനിക്കത് ഓരോരുത്തർക്കും ഓരോ ഇതാണ്. നെക്സ്റ്റ് ഇയർ ചിലപ്പോൾ ബുദ്ധിമുട്ടായിട്ട് തോന്നും. നെക്സ്റ്റ് ഇയർ കുറെ ഓർഗാനിക് ചാപ്റ്റേഴ്സ് ഉണ്ട്. പക്ഷേ ഞാൻ പേഴ്സണലി ടീച്ചേഴ്സ് പറഞ്ഞ് പേടിപ്പിക്കുന്നതിനോട് യോജിക്കാത്ത ഒരാളാണ്. ഓർഗാനിക് എളുപ്പമാണ്. ഓക്കെ, പിന്നെ മക്കളെ എഴുതിക്കോ. അപ്പൊ ഐസോമേഴ്സ് ഫോം ചെയ്യുന്നത് എങ്ങനെയാ? നമ്മുടെ സ്ട്രെയിറ്റ് ചെയിൻ ആൽക്കെയിൻസിനെ ഞാൻ അൺഹൈഡ്രസ് അലൂമിനിയം ക്ലോറൈഡും ഹൈഡ്രജൻ ക്ലോറൈഡും ആയിട്ട് ട്രീറ്റ് ചെയ്യുന്ന സമയത്ത് എനിക്ക് ബ്രാഞ്ച്ഡ് ചെയിൻസ് കിട്ടും. ഓക്കെ, ആ ബ്രാഞ്ച്ഡ് ചെയിൻസിൽ എനിക്ക് കിട്ടുന്ന പ്രൊഡക്റ്റിന്റെ മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, പക്ഷെ സ്ട്രക്ചേഴ്സ് ഡിഫറെന്റ് ആയിരിക്കും. അങ്ങനെയാണ് എനിക്ക് ഐസോമേഴ്സിനെ കിട്ടുന്നത്. ഇത്ര എഴുതി കഴിഞ്ഞോ? എന്നാ ഞാൻ ഐസോമേഴ്സിനെ കാണിച്ചു തരട്ടെ. എന്റെ കൂടെ വരച്ചോട്ടാ. ഐസോമേഴ്സിനെ കൂടെ വരച്ചു. CH3 CH2 4 times CH3. ഇതൊരു ഓർഗാനിക് കോമ്പൗണ്ട് ആണ്. ഇതിനെ ഞാൻ ആരൊക്കെയായിട്ട് ട്രീറ്റ് ചെയ്യുന്നത്? അൺഹൈഡ്രസ് AlCl3 അതുപോലെ തന്നെ HCl. ഹൈഡ്രജൻ ക്ലോറൈഡ് എന്ന് പറഞ്ഞില്ലേ, HCl. അപ്പൊ ഞാൻ പറഞ്ഞു എനിക്ക് രണ്ട് പ്രൊഡക്റ്റ് കിട്ടും. രണ്ടുപേരുടെയും സ്ട്രക്ചറൽ ഫോർമുല സെയിം ആയിരിക്കും, മോളിക്കുലർ ഫോർമുല സെയിം ആയിരിക്കും, ബ്രാഞ്ചിങ്ങിനായിരിക്കും ഡിഫറൻസ്. അപ്പൊ എന്റെ മക്കളെ എഴുതിക്കോ. CH3 CH CH2 CH2 CH3. നെയിം ചെയ്യണം കേട്ടോ. തന്നെ നെയിം ചെയ്തോ, ഞാൻ ചെയ്യില്ല. ഇതൊരു പ്രൊഡക്റ്റ്, ഇത് രണ്ടാമത്തെ പ്രൊഡക്റ്റ്. താഴെ ചെയ്താൽ സ്ഥലമില്ലാത്തോണ്ടാ. CH3 CH2 CH CH2 CH3. രണ്ടിന്റെയും നെയിമിങ് ചെയ്തോട്ടാ, തന്നെ ചെയ്തോ. നെയിമിങ് ചെയ്യാ, അതുപോലെ തന്നെ ഇവരുടെ സ്ട്രക്ചറൽ ഫോർമുല പറഞ്ഞതായി. എടാ സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞാല് ഞാൻ ഈതേൻ നേരത്തെ പറഞ്ഞില്ലേ, C2H6 എന്നൊക്കെ. അപ്പൊ ഇതിനകത്ത് എത്ര കാർബണും എത്ര ഹൈഡ്രജനും ഉണ്ടെന്ന് നോക്കിയിട്ട് അതിന്റെ ഫോർമുല പറഞ്ഞാല 1 2 3 4 5 6 കാർബൺസ്. ഹൈഡ്രജൻ എത്ര ഉണ്ട്? 14 എണ്ണം. രണ്ടും സെയിം ആണോന്നൊന്ന് നോക്കോ. രണ്ട് ഐസോമേഴ്സ് ആണോന്നൊന്ന് നോക്കി തരുമോ ആരെങ്കിലൊക്കെ? ഇനി ഞാൻ വിളിക്കാം ഇത്ര ബുദ്ധിമുട്ടാണെങ്കില്. എബിൻ, രണ്ടിന്റെയും സ്ട്രക്ചറൽ ഫോർമുല പറഞ്ഞേ. രണ്ടെണ്ണത്തിന്റെയും എത്ര കാർബൺ ഉണ്ട്? കൗണ്ട് ചെയ്തോ? രണ്ട് നോക്കിക്കോ, എന്നിട്ട് കൗണ്ട് ചെയ്തിട്ട് പറഞ്ഞതായോ? 6 കാർബൺസ് ഉണ്ട്. എത്ര ഹൈഡ്രജൻസ് ഉണ്ട്? എടാ 1 2 3 അങ്ങനെ എണ്ണടാ. നിനക്ക് എണ്ണാനും അറിയണ്ടായ +1 എത്തിപ്പോ. രണ്ടിലും സെയിം ആണോ? അപ്പൊ C6H14. ഓക്കെ, രണ്ടുപേരുടെയും സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറയുന്നത് C6H14 ആണ്. അതിന്റെ അർത്ഥം എന്താണ്? ഇവരുടെ രണ്ടുപേരുടെയും സ്ട്രക്ചർ സെയിം ആണ്, ഫോർമുല ഡിഫറെന്റ് ആണ്, അല്ലെങ്കിൽ ബ്രാഞ്ചിങ് ഡിഫറെന്റ് ആണ്. വിച്ച് മീൻസ് രണ്ടുപേരും ഐസോമേഴ്സ് ആണ്. നമ്മുടെ ആൽക്കെയിൻസ് ഐസോമറൈസേഷൻ കാണിക്കുന്നുണ്ട്. ഓക്കെ, ഇനി പേര് എഴുതാൻ പറഞ്ഞിട്ട് എന്തേ പേരൊന്നും ഇടാത്തെ? ഒരാള് മാത്രമേ ഇട്ടിട്ടുള്ളൂ. പേര് എഴുതാനൊക്കെ മറന്നുപോയി എല്ലാരും. ഏറ്റവും സിമ്പിൾ ആയിട്ടുള്ള നെയിമിങ്. ആകെ ഒരൊറ്റ ബ്രാഞ്ചും ഉണ്ട്, ഒരു സ്ട്രെയിറ്റ് ചെയിനും ഉണ്ട്. ആകെ ഒരു ലോങ് ചെയിൻ അവിടെ കിടക്കണുള്ളൂ. 5 കാർബൺ ഉള്ള ഒരു ചെയിൻ അവിടെ ഇല്ലേ? 5 കാർബൺ പെന്റെയിൻ. പിന്നെ നമ്മുടെ മീഥൈൽ ഗ്രൂപ്പിന്റെ പൊസിഷൻ അനുസരിച്ച് ദിസ് ഇസ് 3 methyl
methyl pentane. താഴെയുള്ളതോ 2-methyl pentane. 2-methyl pentane. ഫോർമുല സെയിമും സ്ട്രക്ചർ ഡിഫറെന്റും അല്ലേ? യെസ്, ഫോർമുല സെയിമും സ്ട്രക്ചർ യെസ് ഡിഫറെന്റ് ആണ്. എടാ ഞാന് സ്ട്രക്ചറൽ ഫോർമുല എന്ന് പറഞ്ഞത് കൊണ്ടാണ് കൺഫ്യൂഷൻ ആയത്. ഇതിനെ നമ്മൾ സ്ട്രക്ചറൽ ഫോർമുല എന്നാണ് പറയാ. ഓക്കെ, ഇത് സ്ട്രക്ചറൽ ഫോർമുല. കൺഫ്യൂഷൻ ആവേണ്ട കാര്യമില്ല. ഓക്കെ, ഇത് എഴുതി എല്ലാവരും? ഐസോമറൈസേഷൻ എഴുതിയില്ലേ? നിങ്ങൾ എന്ത് നോക്കിയിരിക്കായിരുന്നു? ആരതി ഒന്ന് പറഞ്ഞത് എന്താണ് ഐസോമേഴ്സ്? മനസ്സിലായ പോലെ പറഞ്ഞാൽ മതി. അഡ്മിറ്റ് ചെയ്തോ. ഹലോ ആരതി, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റില്ല ചേട്ടാ. അന്ന് ആരതി കമന്റ് ചെയ്തോട്ടാ. ഓക്കെ, എന്താണ് ഐസോമേഴ്സ് എന്ന് മനസ്സിലായത് കമന്റ് ചെയ്തോട്ടാ. ബാക്കി എല്ലാവരുടെയും ഇപ്പൊ എഴുതി കഴിഞ്ഞോ? അടുത്ത കെമിക്കൽ പ്രോപ്പർട്ടി എഴുതിക്കോ. ആരോമറ്റൈസേഷൻ. അതെന്താണോ ആരതി? മേ ബി എന്തെങ്കിലും ടെക്നിക്കലിന്റെ പ്രോബ്ലം ആയിരിക്കും. ആരതി കമന്റ് ചെയ്തോ. ഓക്കെ, ആരോമാറ്റൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് വേറെ പ്രത്യേകിച്ച് ഒരു പരിപാടി ഇല്ല. RORനെ കഴിഞ്ഞില്ലേ? നിങ്ങൾ എന്തിട്ട് ഇത്ര നേരം ചെയ്യണേ? ഇത് എഴുതാ ഇത്ര അധികം നേരം വേണോ? നന്നായിണ്ട്. ഇതിപ്പോ ഇന്ന് എന്റെ ആൽക്കയും കഴിയില്ല എന്ന് തോന്നുന്നുണ്ട്. ആൽക്കയും തീർത്തിട്ട് മറക്കൂന്ന് പറഞ്ഞു വന്ന ഞാനാ. നന്നായി. 8:59 മെസ്സേജ് ഇടാൻ ഒരാൾ ഇപ്പോഴേ ടൈപ്പ് ചെയ്ത് തുടങ്ങിയിട്ടുണ്ട്. 9 മണിയായി. യെസ്, ഓക്കെ. നമ്മുടെ ആൽക്കെയിൻസിന്റെ കേസിൽ മിക്കവാറും ജസ്റ്റ് ആ ബ്രാഞ്ചിൽ മാത്രമാണ് ഡിഫറൻസ് വരാൻ ചാൻസ് ഉള്ളൂ കേട്ടോ. ആരതിനോടല്ല, എല്ലാരോടും കൂടി പറഞ്ഞു. ശരി, പിന്നെ മക്കൾ ആരോമാറ്റൈസേഷൻ എഴുതിക്കോ. അപ്പൊ ആരോമാറ്റൈസേഷൻ സംഭവിക്കണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ആൽക്കെയിൻസില് RORനേക്കാളും കൂടുതലോ കാർബൺ ആറ്റംസ് വേണം. ഓക്കെ, ഓക്കെ. അപ്പൊ എന്റെ മക്കൾ ചെയ്തോ. ഇതിൽ നമ്മൾ എടുക്കുന്ന ആൽക്കെയിനെ നമ്മൾ നോക്കിക്കോ, ഹൈ പ്രഷറില് ഹീറ്റ് ചെയ്യും സ്യൂട്ടബിൾ ആയിട്ടുള്ള കാറ്റലിസ്റ്റിന്റെ പ്രസൻസിൽ. അപ്പൊ നമുക്ക് എന്ത് കിട്ടും? നമ്മുടെ ആരോമാറ്റിക് ആയിട്ടുള്ള ഹൈഡ്രോ കാർബൺസിനെ കിട്ടും. ഓക്കെ, അപ്പൊ എന്റെ മക്കൾ എഴുതിക്കോ ആരോമാറ്റൈസേഷൻ. എല്ലാവരും എഴുതിക്കോ. താങ്ക് യു ഷൻ. എന്റെ മക്കള് വേഗം എഴുതിക്കോ, എല്ലാവരോടും കൂടിയാ പറഞ്ഞത്. ഞാൻ പറഞ്ഞു RORനേക്കാളും കൂടുതൽ കാർബൺസ് വേണം. ഇതിപ്പോ CH3 CH2. ആരോമാറ്റൈസേഷൻ 3 അല്ലേ? ഒന്നാമത്തെ എന്തായിരുന്നു? ഒന്നാമത്തെ ഞാൻ എന്താ പറഞ്ഞത്? സബ്സ്റ്റിറ്റ്യൂഷൻ. അത് കഴിഞ്ഞിട്ട് ഐസോമറൈസേഷൻ. പക്ഷെ അതിന്റെ ഇടയിൽ ഞാൻ ഓക്സിഡേഷൻ പറഞ്ഞു. കൺട്രോൾഡ് ഓക്സിഡേഷൻ, കമ്പഷൻ റിയാക്ഷൻ, ഇൻകംപ്ലീറ്റ് കമ്പഷൻ. ഓക്കെ, ഇതൊക്കെ അതിന്റെ ഇടയിൽ ഞാൻ കുത്തിക്കയറ്റിയായിരുന്നു. അപ്പൊ എന്റെ മക്കളെ എഴുതിക്കോ. ഞാൻ പറഞ്ഞു മോർ ദാൻ 6 കാർബൺ. 6 അല്ലെങ്കിൽ മോർ ദാൻ 6 കാർബൺ. അപ്പൊ CH3 CH2 CH2 CH2. ഇപ്പൊ 4 ഉള്ളൂ. CH2 CH3. ഇതിനെ ഇങ്ങനെയല്ല നിങ്ങളുടെ ബുക്കിലൊക്കെ കാണാം. ഓക്കെ, അതിനെ വേറൊരു രീതിയിലാണ് കാണിച്ചു തരാം. അത് ഞാൻ ഇപ്പൊ കാണിച്ചു തരാം. നീ ആദ്യം തന്നെ ഞാൻ അങ്ങനെ കാണിച്ചു തന്നു കഴിഞ്ഞാൽ നിങ്ങൾ പേടിക്കണ്ടെന്ന് വിചാരിച്ചിട്ടാ. CH3 CH2 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 CH3. ഓക്കെ, ഇങ്ങനെയാണ് നിങ്ങളുടെ ടെക്സ്റ്റ് ബുക്കിലൊക്കെ ആരോമാറ്റൈസേഷൻ ഉണ്ടാവുക. അപ്പൊ നിങ്ങൾക്ക് ഇങ്ങനെയൊക്കെ കാണുമ്പോൾ പെട്ടെന്ന് പഠിക്കാനൊക്കെ പറ്റില്ലേ? അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു ഹൈ ടെമ്പറേച്ചറും ഹൈ പ്രഷറും സ്യൂട്ടബിൾ കാറ്റലിസ്റ്റും. അപ്പൊ നമ്മൾ ഇവിടെ എടുക്കുന്ന കാറ്റലിസ്റ്റ് എന്ന് പറയുന്നത് Cr2O3 അല്ലെങ്കിൽ V2O5 അല്ലെങ്കിൽ MO2O3 ആണ് കേട്ടോ. മോളിബ്ഡിനത്തിന് ഒരു കുഞ്ഞ് O അവിടെ ഉണ്ട്.
MO2O3. മോളിബ്ഡിനം ഓക്സൈഡ് അല്ലെങ്കിൽ വനേഡിയം പെന്റോക്സൈഡ് അല്ലെങ്കിൽ ക്രോമിയം ട്രയോക്സൈഡ്. എഴുതിക്കോ. ഇതാണ് നമ്മുടെ കാറ്റലിസ്റ്റ്. ഇനി ഞാൻ എന്താ ചെയ്യാന്ന് പറഞ്ഞേ, ഒരു ടെമ്പറേച്ചറും പ്രഷറും വേണം. ഹൈ പ്രഷർ ആൻഡ് ഹൈ ടെമ്പറേച്ചർ, 10 to 20 atm പ്രഷറും അതുപോലെ തന്നെ 773 കെൽവിൻ ടെമ്പറേച്ചർ, നല്ല ടെമ്പറേച്ചറും കൊടുക്കണം. അപ്പൊ എന്ത് കിട്ടും ഞാൻ നിങ്ങളോട് പറഞ്ഞത്? എന്ത് കിട്ടാ? എടാ ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ. ആരോമാറ്റിക് ഹൈഡ്രോ കാർബൺ എന്ന് പറഞ്ഞാൽ എന്താ? റിംഗ് സ്ട്രക്ചർ ഒക്കെ ഞാൻ കാണിച്ചെന്നില്ലേ, ഡബിൾ ബോണ്ട് ഒക്കെ ആയിട്ട്. ബെൻസീൻ. എഴുതിക്കോ. ഇവിടെ കിട്ടാ ബെൻസീൻ ആണ്. അൺമ്യൂട്ട് ആക്കാൻ പറ്റിയില്ല. ഇപ്പൊ പറ്റുന്നുണ്ടോ അമൃത? ഹലോ, എന്തോ? ചേട്ടാ പറ്റുന്നില്ല. ഇപ്പൊ ആർക്കും അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. നമുക്ക് ഒരാളെ കൂടെ വിളിക്കാം. നോക്കട്ടെ ട്ടാ. എനിവേ, ഇനി ഞാൻ നോക്കട്ടെ, ഇനി ആരെങ്കിലും വിളിക്കുമ്പോ എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്ന്. യെസ് അമൃത, ഒന്ന് ലെഫ്റ്റ് ആയിട്ട് ഒന്ന് ജോയിൻ ചെയ്തോ. എന്റെ മക്കള് വേഗം ഈ റിയാക്ഷൻ എഴുതിക്കോ. വേഗം ആയിക്കോട്ടെ. ഇതാണ് നെക്സ്റ്റ് കെമിക്കൽ റിയാക്ഷൻ. ഇത് കഴിഞ്ഞ് കഴിഞ്ഞാല് ഒരെണ്ണം കൂടി ഉണ്ട് കേട്ടോ. 4 എണ്ണമാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. ഉറങ്ങി വീഴോ ക്ലാസ്സില്? ഇല്ല. ബെൻസീന്റെ സ്ട്രക്ചർ പല രീതിയിലുണ്ട്. ഇഷ്ടമുള്ള പോലെ വരച്ചോ. ദേ ഇനിയിപ്പൊ ഞാൻ അത് കാണിച്ചിരുന്നില്ല എന്നുള്ള വിഷമം വേണ്ട. ഇങ്ങനെ വരയ്ക്കാം. ഇനി ഡബിൾ ബോണ്ടിനെ വേറെ രീതിയിൽ വരയ്ക്കാം. ഇപ്പൊ ഇവിടെ തന്നെ വരയ്ക്കണമെന്നില്ല, ഇവിടെ നിന്ന് തുടങ്ങാം. ഇനി അല്ലാന്നുണ്ടെങ്കിൽ നടുക്കൊരു വട്ടം ഇട്ടിട്ട് വരയ്ക്കാം. ഓക്കെ, എങ്ങനെ വരച്ചാലും ബെൻസീനാണ്. എടാ അതിനുള്ള റീസൺ എന്താണെന്നറിയോ? 6 കാർബണിന് കൂടിയിട്ട് 3 ഡബിൾ ബോണ്ട് ആണ് ഉള്ളത്. ഈ ഡബിൾ ബോണ്ട് ഇങ്ങനെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരിക്കും. അതിനൊരു സ്റ്റേബിൾ ആയിട്ടുള്ള ഒരു സ്ഥലമില്ല. അതുകൊണ്ടാണ് ഇങ്ങനെ പല പല സ്ട്രക്ചേഴ്സ് ഈ ബെൻസീനുള്ളത്. ഏത് വരച്ചാലും കറക്റ്റ് ആണ്. ഓക്കെ, നിങ്ങൾക്ക് ഇഷ്ടമുള്ളത് വരച്ചു. എഴുതിയോ ആരോമാറ്റൈസേഷൻ? ഇത്ര നേരൊക്കെ പോരെടാ. അടുത്ത എഴുതിക്കോ, പൈറോളിസിസ്. എടാ പൈറോളിസിന് വേറൊരു പേരും കൂടി ഉണ്ട്, തെർമൽ ക്രാക്കിംഗ്. തെർമൽ ക്രാക്കിംഗ്. അപ്പൊ പൈറോളിസിസിൽ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് ഹയർ ആൽക്കീൻസിനാണ് ഇത് ആപ്ലിക്കബിൾ ആയിട്ടുള്ളത്. ഹയർ ആൽക്കീൻസ് എന്ന് പറഞ്ഞാൽ എന്താ? കാർബണിന്റെ എണ്ണം കൂടുതലുള്ള ആൾക്കാര്. ഓക്കെ, അതിന്റെ അർത്ഥം വേറൊരു അർത്ഥം കൂടെ പറയുന്നത്, കുഞ്ഞ് നമ്മുടെ ഈ CH4 അല്ലെങ്കിൽ C2H6 ഈ പറഞ്ഞ ആൾക്കാരെ ഒന്നും ഇത് ബാധിക്കാൻ പോണില്ല എന്നാണ് അതിന്റെ അർത്ഥം. ഓക്കെ, ആരോട്? അപ്പൊ നമ്മൾ എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാല് പൈറോളിസിസിൽ നമ്മള് എയറിന്റെ ആബ്സെൻസിൽ ഒരു ഹയർ ടെമ്പറേച്ചർ ലൈക്ക് 773 കെൽവിനില് നമ്മുടെ ആൽക്കീൻസിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ അത് ഡീകമ്പോസ് ചെയ്തിട്ട് ലോവർ ആൽക്കീൻസിനെ അല്ലെങ്കിൽ ആൽക്കീൻസിനെ ഫോം ചെയ്യും. ഓക്കെ, അതാണ് പൈറോളിസിസ്. അപ്പൊ പൈറോളിസിസ് എന്ന് പറഞ്ഞാല് തെർമൽ ക്രാക്കിംഗ്. അപ്പൊ പൈറോളിസിസിൽ എന്താ സംഭവിക്കുന്നത്? ഞാൻ ആബ്സെൻസ് ഓഫ് എയറിൽ ഭയങ്കര ഹൈ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് എന്റെ ഹയർ ആൽക്കെയിൻസ് എഴുതി വെച്ച എവിടെയെങ്കിലും സൈഡിൽ, ഇനി അല്ലെങ്കിൽ ഓർമ്മ വരില്ല. ഹയർ ആൽക്കെയിൻസ് ഞാൻ ആബ്സെൻസ് ഓഫ് എയറിൽ ഹൈ ടെമ്പറേച്ചർ കൊടുക്കുമ്പോ ലോവർ ആൽക്കെയിൻസ് ആയിട്ട് മാറും. ലോവർ ആൽക്കെയിൻസ് ആവാം അല്ലെങ്കിൽ ലോവർ ആൽക്കീൻസ് ആവാം. ഇതാണ് പൈറോളിസിസ് എന്ന് പറയുന്നത്. ഇതിന്റെ എക്സാമ്പിൾ തരാം, ആദ്യം ഇത് എഴുതി വെക്കുക എവിടെയെങ്കിലും.
എഴുതി കഴിഞ്ഞോ? അതിന്റെ എക്സാമ്പിൾ തന്നോട്ടെ ഞാൻ. അപ്പൊ എഴുതിക്കോ. 773 കെൽവിനിലുള്ള ഹെക്സെയിനിന്റെ പൈറോളിസിസ്. ഹെക്സെയിൻ എന്ന് പറഞ്ഞൊരു സാധനത്തിന് ഞാൻ പൈറോളിസിസ് ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് എന്തായിരിക്കും കിട്ടാന്ന്. അപ്പൊ എന്റെ മക്കളോട് ഞാൻ പറഞ്ഞു, ഹയർ ആൽക്കീൻസിൽ മാത്രമേ നടക്കുള്ളൂ. ഇതിനകത്ത് എത്ര കാർബൺസ് ഉണ്ട്? ഹെക്സെയിൻ എന്ന് പറഞ്ഞാല് 6 കാർബൺസ് ഉണ്ട്. ഇതിൽ എന്ത് സംഭവിക്കുമെന്ന് ഞാൻ പറഞ്ഞത്, ഹയർ ടെമ്പറേച്ചറും എയറിന്റെ ആബ്സെൻസിലും ഞാൻ അതിനെ ട്രീറ്റ് ചെയ്യുമ്പോൾ എനിക്ക് ചെറിയ ചെറിയ ആൽക്കെയിൻസിനെ കിട്ടും. അപ്പൊ നിങ്ങൾ ആദ്യമേ തന്നെ എഴുതിക്കോ, ഇത് ബ്രേക്ക് ആയി കഴിഞ്ഞ് എനിക്ക് എന്ത് കിട്ടാം? C6H12+H2 എന്ന് പറഞ്ഞൊരു കോമ്പൗണ്ട് കിട്ടാം. കറക്റ്റ് അല്ലേ? ഇതൊരു ആൽക്കെയിൻ അല്ലേ? ആൽക്കീൻ അല്ലേ? തെറ്റൊന്നുമില്ലല്ലോ, കറക്റ്റ് അല്ലേ? ഇനി എനിക്ക് എന്ത് കിട്ടാം? C4H8ഉം C2H6ഉം കിട്ടാം. ഇതും കറക്റ്റ് അല്ലേ? എന്തെങ്കിലും തെറ്റുണ്ടോ? കാർബൺ മൊത്തത്തിൽ 6 എണ്ണം, 14 ഹൈഡ്രജൻ. കറക്റ്റ് ആയില്ലേ? ഇങ്ങനെയോ അല്ലാണ്ട് കിട്ടാം. ഇനി എങ്ങനെ കിട്ടാം? C3H6 C2H4 CH4 ഇങ്ങനെയും കിട്ടിക്കൂടെ? തെറ്റാണോ? അല്ലല്ലോ, ഇതൊക്കെ ലോവർ ആൽക്കൈൻസ് അല്ലേ? ഇതിലെല്ലാം തെറ്റുണ്ടോ? ഡീകമ്പോസ് ചെയ്ത് കഴിഞ്ഞപ്പോ ഇതൊക്കെ കിട്ടിക്കൂടെ? ഇനി ഇങ്ങനെയോ അല്ല, എനിക്ക് വേണമെങ്കിൽ C2H2 കിട്ടാം, C2H6 C4H8 എന്ന് കിട്ടാം. ഇതിപ്പോ ഇത് രണ്ട് സെയിം ആയതുകൊണ്ട് എനിക്ക് വേണമെങ്കിൽ ഒന്നും കൂടെ ചെറുതാക്കി എഴുതാം. ഇതിനെ ഞാൻ CH4 C3H6 ഇങ്ങനെ എഴുതാം. 12 ആയില്ലേ? കറക്റ്റ് ആയില്ലേ? C2H കറക്റ്റ് ആയില്ലേ? യെസ്. ഓക്കെ. അപ്പൊ ഈ പൈറോളിസിന്റെ അർത്ഥം എന്താ? പൈറോളിസിസ് എന്ന് പറഞ്ഞാല് ഞാൻ എയറിന്റെ ആബ്സെൻസിൽ ഒരു ഹയർ ടെമ്പറേച്ചർ കൊടുത്തു കഴിഞ്ഞു കഴിഞ്ഞാല് എന്റെ ഭയങ്കര ഹൈ ആയിട്ടുള്ള ആൽക്കീൻസ് എന്തായിട്ട് കൺവേർട്ട് ആവും? ലോവർ ആയിട്ടുള്ള ആൽക്കീൻസും ആൽക്കീൻസ് ഒക്കെ ആയിട്ട് കൺവേർട്ടഡ് ആവും. ഇത്രയേ ഉള്ളൂ. ഇതിപ്പോ ഈ 4 ഒന്നല്ല, ഇനിയും വേണമെങ്കിൽ താഴേക്ക് എഴുതാം. നിങ്ങൾ കാണാപ്പടം പഠിക്കേണ്ട കാര്യമില്ല. ഇതിനൊന്ന് ബാലൻസ് ചെയ്യണില്ലേ എന്ന് ചെക്ക് ചെയ്താൽ മതി. ഓക്കെ, ബാലൻസ്ഡ് ആണോ എന്ന് മാത്രം ഒന്ന് ചെക്ക് ചെയ്താൽ മതി. ബാലൻസ്ഡ് ആണോ എന്ന് എങ്ങനെ ചെക്ക് ചെയ്യണത്? കെമിക്കൽ ഇക്വേഷന്റെ ബാലൻസിങ് അല്ലാണ്ട് ഞാൻ പറഞ്ഞത്, കിട്ടുന്ന പ്രൊഡക്റ്റ് നല്ലതാണോ എന്ന് ഞാൻ പറഞ്ഞത്. ഇവിടെ 6 കാർബൺ 14 ഹൈഡ്രജൻ. അപ്പൊ ഇപ്പുറത്തും അങ്ങനെ തന്നെയാണോ എന്ന് ചെക്ക് ചെയ്യാം. ഇപ്പൊ ഓക്കെ ആണോ ദേവപ്രിയ? കാണാൻ പറ്റുണ്ടോ? ഓക്കെ, എഴുതി കഴിഞ്ഞിട്ട് പറയട്ടോ. നിങ്ങളൊക്കെ സ്കൂൾ കഴിഞ്ഞപ്പോ വരും? സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ട് എല്ലാവർക്കും? ഉണ്ട്, സ്പെഷ്യൽ ക്ലാസ് ഒക്കെ ഉണ്ട്. എന്തിനാണ് ഈ സ്പെഷ്യൽ ക്ലാസ്? പോർഷൻസ് ഒന്നും കഴിഞ്ഞില്ലേ? സ്റ്റാർട്ട് ആയിട്ടില്ല. ഇല്ല, സ്പെഷ്യൽ ക്ലാസ് ഇല്ല. എന്നാലും എപ്പോഴാണ് നിങ്ങളൊക്കെ വീട്ടിലേക്ക് വരാം? ഒരു 6 മണി, 5:30, 5 മണി. ആഹാ, ഈ കൊല്ലം ഉണ്ടായിട്ടില്ല. വെരി ഗുഡ്. എന്തിനാണ് ഈ സ്പെഷ്യൽ ക്ലാസ്? 5 മണിയാവുമ്പോ വീട്ടിലെത്തൂലേ? ശരി, അപ്പൊ കുഴപ്പമില്ല. 5:40. നീ കറങ്ങാൻ പോയിട്ടില്ലടാ? ആരടാ? പറയാൻ പറ്റില്ല. സ്കൂളിൽ ചിലപ്പോൾ ഡിസ്റ്റൻസ് ഉണ്ടാവും. ഞാൻ 5:30 വരാറ് എന്റെ സ്കൂളിൽ നിന്ന്. ഞങ്ങൾക്ക് അപ്പോഴേ ബസ് ഉണ്ടായുള്ളൂ. ഇപ്പോഴല്ല, സ്കൂളിൽ പഠിക്കുമ്പോ. കഴിഞ്ഞ. അപ്പൊ എന്തിക്കോ അടുത്തത് നമ്മൾ പറയാൻ പോകുന്നത് കൺഫർമേഷൻസ് ആണ്. കൺഫർമേഷൻസ്. ഇനി കൺഫർമേഷൻസ് എന്താന്ന് എന്റെ മക്കൾക്ക് ആർക്കും അറിയില്ലല്ലോ. കൺഫർമേഷൻസ് എന്ന് പറഞ്ഞാലേ നമ്മുടെ ആൽക്കെയിൻ എന്ന് പറഞ്ഞാൽ എന്താ? കാർബൺ സിംഗിൾ ബോണ്ടഡ് അല്ലേ? ആൽക്കെയിൻ എന്ന് പറഞ്ഞാല് സാച്ചുറേറ്റഡ് ഹൈഡ്രോ കാർബൺ ആണ്. ഡബിൾ ബോണ്ട് ഒന്നും ഇല്ല. ഡബിൾ ബോണ്ടും ഇല്ല, ട്രിപ്പിൾ ബോണ്ടും ഇല്ല. അവർക്ക് ആകെയുള്ളത് സിംഗിൾ ബോണ്ടുകളാണ്. അപ്പൊ ഞാൻ പറയാണ് ആൽക്കീൻസിലെ ഈ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട്, ഓക്കെ, ഈ പറഞ്ഞ ആൾക്കാർക്ക് റൊട്ടേറ്റ് ചെയ്യാൻ ഒരു പ്രത്യേക ടെൻഡൻസിയാണ്. ഓക്കെ, ഈ കാർബണും കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ട് ആയിട്ട് ഇരിക്കുന്ന സമയത്ത് ഇവർക്ക് പല രീതിയിൽ റൊട്ടേറ്റ് ചെയ്യാനുള്ള ഒരു ടെൻഡൻസി കൂടുതലാണ്. അങ്ങനെ ഓരോ ടൈപ്പിൽ ഇവർ റൊട്ടേറ്റ് ചെയ്യുമ്പോൾ ഇവർക്ക് ഓരോ അറേഞ്ച്മെന്റ് കിട്ടും. ഓക്കെ, ഇങ്ങനെയുള്ള ഈ സ്പേഷ്യൽ അറേഞ്ച്മെന്റിന് ഒരുമിച്ച് ഞാൻ വിളിക്കുന്ന പേരാണ്, ഞാനല്ല എല്ലാരും വിളിക്കുന്ന പേരാണ് കൺഫർമേഷൻസ്. കൺഫർമേഷൻസ് ഇപ്പൊ ഞാൻ നിങ്ങളോട് പറയാണ് ഈതേന്റെ പല കൺഫർമേഷൻസ് വരയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാല് ഈതേന്റെ ആ സിംഗിൾ ബോണ്ട് റൊട്ടേറ്റ് ചെയ്ത് കഴിഞ്ഞു കഴിഞ്ഞാല് എങ്ങനെയൊക്കെ ഇരിക്കും എന്നുള്ളത് നിങ്ങൾ വരച്ച് കാണിച്ചു തരണം. ഓക്കെ, ഇതിപ്പോ ഞാൻ പഠിപ്പിച്ചു തരും. അപ്പൊ ഞാൻ കൺഫർമേഷൻസ് എന്താന്ന് ഇപ്പൊ പറഞ്ഞതാ. ഓക്കെ, ഇപ്പൊ കൺഫർമേഷൻസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാ? കാർബണിന്റെ കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് ആയിട്ടിരിക്കുന്ന സമയത്ത് they have a special tendency to rotate because they are free to rotate. അവർക്ക് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. ഡബിൾ ബോണ്ടോ ട്രിപ്പിൾ ബോണ്ടോ ഒന്നുമില്ല.
നമുക്ക് വളരെ ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാം. അങ്ങനെ അവർ റൊട്ടേറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് പല പല അറേഞ്ച്മെന്റ്സ് കിട്ടും, പല പല സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് കിട്ടും. ആ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സിന് കിട്ടിയിട്ട് ഞാൻ വിളിക്കുന്ന പേരാണ്, ആ പല പല സ്ട്രക്ചറുകളുടെ പേരാണ് കൺഫർമേഷൻസ്, ഡിഫറെന്റ് കൺഫർമേഷൻസ്. എന്തിനാണ് സ്പെഷ്യൽ 4ലേക്ക് വിടും? ഓക്കെ ഷാഹിദെ. വേഗം എഴുതിക്കോ, എന്നിട്ട് വേണമെങ്കിൽ കൺഫർമേഷൻസ് പഠിപ്പിക്കാൻ. വേഗം ആയിക്കോട്ടെ. എഴുതിയാ? അപ്പൊ എഴുതിക്കോ, കൺഫർമേഷൻസ് ഓഫ് ഈതേൻ. നിങ്ങൾക്ക് പൊതുവെ ആ ടെക്സ്റ്റ് ബുക്കിലെ വിട്ടിട്ട് പുറത്തുനിന്ന് കൺഫർമേഷൻസ് വരയ്ക്കാൻ ചോദിക്കാറില്ല. നിങ്ങളുടെ ഭാഗ്യം വെച്ചിട്ട് എന്താവും എനിക്കറിയില്ല, എന്നാലും ഞാൻ പറയുന്നതാണ്. ഈതേന്റെ പൊതുവെ ഈതേന്റെ ഒക്കെ തന്നെയാണ് ചോദിക്കാറുള്ളൂ. അല്ലെങ്കിൽ നെക്സ്റ്റ് ഈതേൻ കഴിഞ്ഞിട്ട് പ്രൊപ്പേൻ, അതൊന്നും വിട്ട് അങ്ങനെ പൊതുവെ ചോദിക്കില്ല. നിങ്ങളുടെ ഭാഗ്യം പോലെ ഇരിക്കും. അപ്പൊ വരച്ചോ ഈതേന്റെ കൺഫർമേഷൻസ്. അതിന് മുമ്പ് എന്റെ മക്കൾ എഴുതിക്കോ, അതിനുള്ള റീസൺ ആണ് ഞാൻ പറയുന്നത്. ഈതേൻ എന്ന് പറഞ്ഞ എന്തായിരുന്നു ഫോർമുല? C2H6, അല്ലെങ്കിൽ നമുക്ക് എങ്ങനെ എഴുതാം? CH3CH3. അതായത് ഈ കാർബണും തമ്മിൽ സിംഗിൾ ബോണ്ടിലാണ് ഇരിക്കുന്നത്. സിംഗിൾ ബോണ്ടിന് നമുക്ക് സിഗ്മ ബോണ്ട് എന്നും കൂടെ വിളിക്കാം. അപ്പൊ ഞാൻ നിങ്ങളോട് പറഞ്ഞു, കാർബൺ ആറ്റത്തിന്റെ കേസിൽ ഒരു കാർബൺ ഫിക്സഡും മറ്റേ കാർബണും കൂടെ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ എനിക്ക് പല സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് കിട്ടും. അങ്ങനെ സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് കിട്ടുന്ന കാരണം കൊണ്ട് ഞാൻ അവരെ വിളിക്കുന്ന പേരാണ് കൺഫേമേഴ്സ്, അല്ലെ? ഇനി ഞാൻ നിങ്ങളോട് പറഞ്ഞുതരാൻ പോണ കാര്യം എന്ന് പറഞ്ഞാല് മെയിൻ ആയിട്ട് 2 കൺഫർമേഷൻസ് ആണ് നിങ്ങൾക്ക് പഠിക്കാനുള്ളത്. ഏതൊക്കെയാണെന്നറിയോ? എക്ലിപ്സും സ്റ്റാഗേർഡും. എക്ലിപ്സും സ്റ്റാഗേർഡും. ഓക്കെ, സ്റ്റാഗേർഡ് സ്റ്റേബിൾ. നിങ്ങളുടെ അടുത്ത് എക്സാമിൽ ചോദിക്കാൻ ചാൻസ് ഉള്ള ഒരു ഇമ്പോർട്ടന്റ് ക്വസ്റ്റ്യൻ ആണ്. സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണോ സ്റ്റേബിൾ, അതോ എക്ലിപ്സ്ഡ് കൺഫർമേഷൻ ആണോ സ്റ്റേബിൾ എന്ന്? അപ്പൊ ഞാൻ നിങ്ങളോട് ഇപ്പോഴേ പറഞ്ഞുതരാണ്, സ്റ്റാഗേർഡിനും എസ് ആണ്, സ്റ്റേബിളിനും എസ് ആണ്. കണക്ട് ചെയ്ത് ഇപ്പൊ തന്നെ പഠിച്ചോ. ഏറ്റവും സ്റ്റേബിൾ ആയിട്ടുള്ളത് സ്റ്റാഗേർഡ് കൺഫർമേഷൻ ആണ്. അതിനുള്ള റീസൺ ഇനി ഞാൻ പറഞ്ഞു തരാം, പേടിക്കണ്ട. എടാ, കെമിസ്ട്രിയിൽ എന്തെങ്കിലും ഒരു കാര്യം സ്റ്റേബിൾ ആവണമെന്നുണ്ടെങ്കിൽ നിങ്ങളോട് ഞാൻ എപ്പോഴും പറഞ്ഞൊരു കാര്യമുണ്ട്, റിപ്പൾഷൻ കുറവായിരിക്കണം. അത് തന്നെയാണ് ഇതിന്റെയും കാരണം. ഇപ്പൊ പേടിക്കാൻ നിൽക്കണ്ട, അത് ഞാൻ കാര്യമായിട്ട് ഇത് കഴിഞ്ഞിട്ട് കുറച്ചു നേരം കഴിഞ്ഞിട്ട് പറഞ്ഞുതരാം. ഇപ്പൊ ജസ്റ്റ് ഈ കാര്യങ്ങൾ എഴുതി വെച്ചോ. അപ്പൊ ഇതിന്റെ കാര്യം ചോദിച്ചാൽ നിങ്ങൾ എന്താ പറയേണ്ടത്? കൺഫർമേഷൻസ് വന്നതിനുള്ള റീസൺ കാർബൺ സിംഗിൾ ബോണ്ട് ആണ്. അവർ തമ്മിൽ ആ ബോണ്ട് ചെയ്തിരിക്കുന്നത് സിഗ്മ ബോണ്ട് വെച്ചിട്ടാണ്. അതിനകത്ത് ഒരു കാർബൺ ഫിക്സ് ചെയ്തിട്ട് മറ്റേ കാർബൺ റൊട്ടേറ്റ് ചെയ്തുകൊണ്ടിരുന്നാൽ എനിക്ക് പല പല സ്പേഷ്യൽ അറേഞ്ച്മെന്റ്സ് കിട്ടും. അതാണ് കൺഫേമേഴ്സ്. മെയിൻ ആയിട്ട് 2 കൺഫേമേഴ്സ് ആണ് എനിക്ക് പഠിക്കാനുള്ളത്, അല്ലെങ്കിൽ 2 കൺഫർമേഷൻസ് ആണ് പഠിക്കാനുള്ളത്. സ്റ്റാഗേർഡ് കൺഫർമേഷനും എക്ലിപ്സ്ഡ് കൺഫർമേഷനും. സ്റ്റാഗേർഡ് ആണ് സ്റ്റേബിൾ. ഓക്കെ, ഇത്രയും കാര്യങ്ങൾ വേഗം ഷോർട്ട് ആക്കി എഴുതി വെച്ചേ, അങ്ങനെ തന്നെ എഴുതണ്ട. ഓക്കെ ഷാഹിദ്, നീയല്ലേ പറഞ്ഞത്? ഇനി നമുക്ക് വിളിക്കാം. സേറ മറിയം, അൺമ്യൂട്ട് ചെയ്യാൻ പറ്റുന്നില്ല. പറ്റുണ്ടല്ലോ. നമ്മുടെ ഈതേന്റെ ഫോർമുല പറഞ്ഞേ. ഈതേൻ H6. ഓക്കെ, സെന ഈതൈന്റെ പറഞ്ഞേ. ഈതൈൻ എഴുതി ചെയ്തോ ബുക്കിൽ സമാധാനമായിട്ട് എഴുതി ചെയ്തോ. ഈതൈൻ വേണ്ട, പെന്റൈൻ ചെയ്തോ. പെന്റൈൻ. ഈതൈൻ വിട്ടോ. എടാ, ഞാൻ വെറുതെ സൈഡിൽ കൂടെ ചോദിക്കണ്ട, ബാക്കിയുള്ളത് എഴുതിക്കോ. നിങ്ങൾക്ക് ഇത് വല്ലതും മനസ്സിലാവുണ്ടോന്ന് എനിക്കറിയണ്ടേ. C5 H. എന്താണ് ജനറൽ ഫോർമുല പറഞ്ഞത് ആൽക്കൈന്റെ? CnH2 -2. 10 എഴുതി പഠിച്ചോട്ടാ. ഇതല്ല, 10 വേണ്ട. CnH2n എന്ന് പറയും, H2n + 2 ആൽക്കെയിൻ. CnH2n
എന്ന് പറയുന്നത് ആൽക്കെയിൻ, ആൽക്കീൻ, CnH2n -2 എന്ന് പറയുന്നത് ആൽക്കൈൻ. ഈ മൂന്നെണ്ണത്തിന്റെ കാര്യങ്ങളും ഒരു 5 വട്ടം എഴുതി പഠിച്ചത്. മൊത്തത്തിൽ അപ്പൊ 15 വട്ടമല്ലേ ഉള്ളൂ, കൂടുതലൊന്നും ആയില്ലല്ലോ. ഇത് മറക്കരുത് കേട്ടോ, ഇമ്പോർട്ടന്റ് ആണ്. ഇത് എല്ലാവരോടും പറയുന്നത്. ഞാൻ ആരെങ്കിലും ഒക്കെ റാൻഡം ആയിട്ട് വിളിക്കും എന്റെ ഒരു സമാധാനത്തിന്. ഓക്കെ, ഇത്ര വലിയ കാര്യമൊന്നുമല്ല. നിങ്ങൾ മറക്കാതിരിക്കാൻ വേണ്ടിയിട്ട്. നിങ്ങൾ ഇപ്പൊ ബേസ് പഠിക്കണേ ഉള്ളൂ. ഇപ്പൊ നിങ്ങൾ പഠിച്ചില്ലെങ്കിൽ നിങ്ങൾ പഠിക്കില്ല. അതുകൊണ്ടാണ് ഈ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഓക്കെ, ഇപ്പൊ എഴുതിക്കോളൂട്ടാ. ഓക്കെ, ഗുഡ്. കുഴപ്പമൊന്നുമില്ല. അതിപ്പോ ഇന്ന് പഠിപ്പിച്ച കാര്യമല്ലേ, തെറ്റിക്കാം, ഇറ്റ്സ് ഓക്കെ. പക്ഷെ എന്റെ ഒരു സമാധാനത്തിന് ഞാൻ വീണ്ടും വീണ്ടും ചെയ്യിക്കേണ്ടത് നിങ്ങളെ കൊണ്ടൊക്കെ. ഓക്കെ, പിന്നെ മക്കൾ കൺഫർമേഷൻസ് വരയ്ക്കാൻ റെഡി ആയിക്കോ. ആദ്യം തന്നെ സോഹോസ് പ്രൊജക്ഷൻസ്. ഓക്കെ, ഈ ഈഥൈൽ മോളിക്യൂളിന്റെ കൺഫർമേഷൻസിൽ രണ്ടെണ്ണം ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. സ്റ്റാഗേർഡും ഉണ്ട്, അതുപോലെ തന്നെ ഏതാ ഉള്ളത്, എക്ലിപ്സ്ഡും ഉണ്ട്. ഈ പറഞ്ഞ ഈ രണ്ട് സാധനങ്ങളെ നമുക്ക് രണ്ട് രീതിയിൽ വരയ്ക്കാം. ഒന്ന് സോഹോഴ്സ് പ്രൊജക്ഷൻ, ഓക്കെ. വേറെ ഒരെണ്ണം ന്യൂമാൻ പ്രൊജക്ഷൻ. ഓക്കെ, സോഹോഴ്സ് പ്രൊജക്ഷൻ ഉണ്ട്, ന്യൂമാൻ പ്രൊജക്ഷൻ ഉണ്ട്. അപ്പൊ നിങ്ങളുടെ എക്സാമിന് ചിലപ്പോൾ ചോദിക്കുക, നമ്മുടെ ഈഥൈൽ മോളിക്യൂളിന്റെ കൺഫർമേഷൻസ് വരയ്ക്കാൻ പറയും. പക്ഷെ ന്യൂമാൻ എന്ന് പറഞ്ഞിട്ട് ചോദിക്കാം, അല്ലെങ്കിൽ ഏതും ചോദിക്കാം, ന്യൂമാനും ചോദിക്കാം, അതുപോലെ തന്നെ സോഹോഴ്സും ചോദിക്കാം. അപ്പൊ രണ്ടും വരയ്ക്കാൻ നിങ്ങൾക്ക് അറിയണം കേട്ടോ. അപ്പൊ എന്റെ മക്കൾ ആദ്യം തന്നെ സോഹോസ് വരയ്ക്കാൻ റെഡി ആയിക്കോ. സോഹോസ് പ്രൊജക്ഷൻ ഞാൻ പറഞ്ഞു, അതിനകത്ത് തന്നെ രണ്ടെണ്ണം ഉണ്ട്, സ്റ്റാഗേർഡ്, എക്ലിപ്സ്ഡ്. അപ്പൊ എന്റെ മക്കൾ ആദ്യം തന്നെ നമ്മൾ ഈഥൈന്റെ അല്ല വരയ്ക്കുന്നത്. അപ്പൊ ഈഥൈന്റെ ഫോർമുല എവിടെയെങ്കിലും എഴുതി വെക്കി. C2H6 അല്ലെങ്കിൽ CH3CH3 വരച്ചു വെച്ചോ. സ്റ്റാഗേർഡ്, എക്ലിപ്സ്ഡും. എന്തോടെ കമന്റ് വന്നിട്ടുണ്ടല്ലോ. ഇന്ന് ബോർഡിൽ സാർ വരപ്പിച്ചു. യെസ്, വെരി ഗുഡ്. ബോർഡിൽ വരയ്ക്കുന്ന കാര്യങ്ങൾ മറക്കില്ല എന്ന് കേട്ടിട്ടുണ്ട്. നിങ്ങൾ മറക്കാറുണ്ടോ? മറക്കാറുണ്ട്. അത് ഇമ്പോസിഷൻ കിട്ടാത്തോണ്ട്. ഓക്കെ, അപ്പോ സ്റ്റാഗേർഡിലും എക്ലിപ്സിലും ഇതാണ് സ്റ്റേബിൾ. ഓക്കെ, അപ്പൊ മാക്സിമം റിപ്പൾഷനിൽ നിൽക്കുകയാണെങ്കിലാണ് സ്റ്റേബിൾ. പിന്നെ മക്കൾ വരയ്ക്കാൻ പഠിച്ചോ. ഞാൻ നിങ്ങളോട് പറഞ്ഞു ഇതിൽ എന്താണ് സംഭവം. കാർബണും കാർബണും തമ്മിലുള്ള സിംഗിൾ ബോണ്ട് ആണ് മെയിൻ റീസൺ. അപ്പൊ നിങ്ങൾ വേഗം ആദ്യം തന്നെ ആ സിംഗിൾ ബോണ്ട് ഒന്ന് വരച്ചു വെച്ചോ. കുത്തിടണം എന്നില്ല കേട്ടോ, അത് ഞാൻ എന്റെ ഒരു ഫ്ലോക്ക് വരച്ചതാണ്. ഒരൊറ്റ ലൈൻ വരച്ചാൽ മതി കാർബൺ കാർബൺ സിംഗിൾ ബോണ്ട് കാണിക്കാൻ. ഓക്കെ, എക്ലിപ്സിന്റെ കഥയുടെ പ്രത്യേകത എന്ന് പറഞ്ഞു കഴിഞ്ഞാല് അവരുടെ രണ്ടുപേരും ഒരേപോലെ ഇരിക്കും. അതുകൊണ്ട് അവർക്ക് സ്റ്റെബിലിറ്റി കുറവാണ്. അപ്പൊ എക്ലിപ്സ് വരയ്ക്കുമ്പോൾ മക്കൾ ശ്രദ്ധിച്ചോ, എക്ലിപ്സിന്റെ സെയിം പോലെ തന്നെ ഇരിക്കും. ഇതൊരു കാർബൺ, ഇതൊരു ഹൈഡ്രജൻ, ഇതൊരു ഹൈഡ്രജൻ, ഇതൊരു ഹൈഡ്രജൻ ആണെന്നുണ്ടെങ്കിൽ ഇതുപോലെ തന്നെ ഇരിക്കും ഇപ്പുറത്തും. ഓക്കെ, ഇനി സ്റ്റാഗേർഡിന്റെ കേസിൽ എന്താ കഥ എന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ ആദ്യത്തെ കാർബൺ മുകളിലേക്കാണെങ്കിൽ, ആദ്യത്തെ ഹൈഡ്രജൻ മുകളിലേക്കാണെങ്കിൽ അടുത്ത ഹൈഡ്രജൻ ഇങ്ങനെ ഇരിക്കും. ഇത് ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇത് മുകളിൽ ഇങ്ങനെ ഇരിക്കും. ഓക്കെ, അപ്പൊ ഇതിന്റെ പ്രത്യേകത എന്താടാ, ഇത് ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുന്നത്. ഓപ്പോസിറ്റ് ആയിട്ട് ഇരിക്കുമ്പോൾ റിപ്പൾഷൻ മിനിമം ആയിരിക്കും. നിങ്ങൾക്ക് ഞാൻ പറഞ്ഞു തന്നിട്ടില്ലേ, DSCPR പഠിപ്പിച്ചു കഴിഞ്ഞപ്പോ ഏറ്റവും കൂടുതൽ സ്റ്റെബിലിറ്റി കിട്ടണമെന്നുണ്ടെങ്കിൽ നമ്മുടെ ഇലക്ട്രോൺസ് മാക്സിമം ഡിസ്റ്റൻസിലായിരിക്കണം. ഓക്കെ, അപ്പൊ അതുപോലെ തന്നെ ഇവിടെയും നമ്മുടെ ഹൈഡ്രജൻസ് ഡിസ്റ്റൻസിൽ ഇരുന്ന് കഴിയുമ്പോൾ അവരുടെ റിപ്പൽഷൻ കുറയും. റിപ്പൽഷൻ കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ സ്റ്റെബിലിറ്റി കൂടും. അപ്പൊ ഇവരുടെ കേസിലൊന്ന് നോക്കിയേ, രണ്ടും ഏകദേശം അലൈൻഡ് ആയിട്ട് നിൽക്കുന്നത് കണ്ടാ. ഇതൊരേപോലെ, ഇതൊരേപോലെ, ഈ പറഞ്ഞ ആൾക്കാരൊക്കെ ഒരേപോലെ. ഓക്കെ, ഒരേ ലൈനിൽ നിൽക്കുമ്പോൾ റിപ്പൽഷൻ കൂടുതലായിരിക്കും, സ്റ്റെബിലിറ്റി കുറവായിരിക്കും. അപ്പൊ ഇതിന്റെ കേസിൽ നോക്കിയടാ, ഇതൊരേപോലെയാണോ നിൽക്കുന്നത്? ഇതിവിടെയും ഇതിവിടെയും നിൽക്കുന്നത്. ഓപ്പോസിറ്റാ അല്ലേ? അതാണ് ഇതിന്റെ പ്രത്യേകത. ഇനിയിപ്പൊ ഞാൻ വരച്ച സ്ട്രക്ചർ ഇഷ്ടപ്പെട്ടില്ല, വൃത്തിയില്ല എന്നുണ്ടെങ്കിൽ ഇവിടെ നോക്കി വരച്ചു. സംഭവം വരയ്ക്കാൻ മനസ്സിലായില്ല എന്റെ മക്കൾക്ക്? എക്ലിപ്സ്ഡ് ആവുമ്പോ ഫ്രണ്ടിൽ വരയ്ക്കുന്ന അതേപോലെ തന്നെ ബാക്കിൽ വരയ്ക്കാം. സ്റ്റാഗേർഡ് ആവുമ്പോ ഓപ്പോസിറ്റ് വരയ്ക്കാം. അപ്പോഴാണ് സ്റ്റെബിലിറ്റി ഉണ്ടാവുള്ളൂ. ഷാഹിദേ, നീ ക്ലാസ്സിലില്ലേ? നീ ശ്രദ്ധിക്കില്ല എന്ന് ഞാൻ കേട്ടു. എല്ലാം ഞാൻ എഴുതിക്കൂട്ടാ.
ഇത് എഴുതിയോ? സോഹോൾ സ്ട്രക്ചർ. അടുത്തത് ന്യൂ മാൻ സ്ട്രക്ചർ അല്ലെങ്കിൽ ന്യൂ മാൻ പ്രൊജക്ഷൻ. ഇപ്പൊ എന്റെ മക്കൾ വരച്ചോ ന്യൂ മാൻ പ്രൊജക്ഷൻ. അപ്പൊ ന്യൂ മാൻ പ്രൊജക്ഷന്റെ പ്രത്യേകത എന്ന് പറഞ്ഞാല് ഇപ്പൊ പറഞ്ഞ പോലെ തന്നെ ഇതിൽ വ്യത്യാസം എന്ന് പറഞ്ഞാല് ഒരു വട്ടട്ടിട്ടാണ് നമ്മൾ വരയ്ക്കുക. അപ്പൊ വട്ടട്ട് വെച്ചോ. നമുക്കിവിടെ സ്റ്റാഗേർഡ് വരയ്ക്കാം, ഇവിടെ എക്ലിപ്സ്ഡ് വരയ്ക്കാം. ഓക്കെ, ഇവിടെ നമുക്ക് എന്താ കാണിക്കാനുള്ളത്? CH3 അല്ലേ? അപ്പൊ 3 ഹൈഡ്രജനെ കാണിക്കണം. 1 2 3. സ്റ്റാഗേർഡിന്റെ പ്രത്യേകത എന്താ? റിപ്പൽഷൻ കുറവാണ്. റിപ്പൽഷൻ കുറവാണെങ്കിൽ മാക്സിമം ഡിസ്റ്റൻസ് അല്ലെ, മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കണ്ടേ? അതുകൊണ്ട് ഓരോന്നിനെയും ഇതിന്റെ നടുക്ക് വരച്ചു കൊടുത്തു. ഇതാണ് സ്റ്റാഗേർഡ്. പക്ഷെ എക്ലിപ്സിന്റെ കാര്യത്തിൽ എന്തായിരുന്നു? എക്ലിപ്സിന്റെ കേസിൽ അവർ ഒരേപോലെയാണ്. ഓക്കെ, 3 ഇങ്ങനെയാണെന്നുണ്ടെങ്കിൽ അതേപോലെ തന്നെയാണ് ബാക്കില്. പക്ഷെ ഞാൻ ഇതിന്റെ ബാക്കിൽ വരച്ചത് നിങ്ങൾക്ക് വലുത് മനസ്സിലാവോ? ഇല്ല. അപ്പൊ നിങ്ങൾ അതിന്റെ ഈ സൈഡിൽ തന്നെ ഇങ്ങനെ വരച്ചോട്ടാ. എല്ലാം ഈ സൈഡിൽ തന്നെ ഇങ്ങനെ വരച്ചു കാണിച്ചു. ഇതാണ് എക്ലിപ്സ്ഡ്. എല്ലാരും ക്ലാസ്സിൽ തന്നെ ഇല്ലേ? ഗുരു സനത്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടോ മോനെ? മോന് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ക്ലിയർ ആണോ? യെസ്, ഓക്കെ, ഗുഡ്. എന്തെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോളൂ കേട്ടാ. അതുപോലെ പ്രീവിയസ് ആയിട്ട് എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടെങ്കിലും ചോദിക്കാൻ മടിക്കരുത്. കുറെ ക്യാമറ ഓഫ് ഉണ്ടല്ലോ, ഇൻഫോംഡ് അല്ലാണ്ട്. ഓക്കെ, അപ്പൊ സ്ട്രക്ചേഴ്സ് വരച്ചു കഴിഞ്ഞാ. അപ്പൊ ന്യൂമാൻ എന്ന് പറഞ്ഞാൽ ഒരു വട്ടട്ട് വരയ്ക്കുന്ന പരിപാടി. സോഹോൾസ് എന്ന് പറഞ്ഞാൽ കാർബണിനെ നമ്മൾ സിംഗിൾ ബോണ്ട് അറ്റ് സ്ട്രൈറ്റ് ലൈൻ ആയിട്ട് വരയ്ക്കുന്ന പരിപാടി. ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാഗേർഡിന്റെ കേസിൽ ഇനിയിപ്പോ ഞാൻ വരച്ചത് ഇഷ്ടപ്പെടാത്തവര് അല്ലാത്തത് നോക്കി വരച്ചോ. ദൈവമേ. അപ്പൊ സ്റ്റാഗേർഡിൽ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ സ്റ്റാഗേർഡ് നല്ല സ്റ്റേബിൾ ആയിരിക്കും. അത് നല്ല സ്റ്റേബിൾ ആവാനുള്ള റീസൺ എന്താണ്? സ്റ്റേബിൾ ആവാനുള്ള റീസൺ എന്താ? അത് മാക്സിമം ഡിസ്റ്റൻസിൽ ഇരിക്കുന്ന കാരണം കൊണ്ട് റിപ്പൽഷൻ കുറവാണ്. അപ്പൊ നിങ്ങൾ പെട്ടെന്ന് ആലോചിക്കുക, സ്റ്റാഗേർഡ് സ്റ്റേബിൾ ആണ്, അപ്പൊ ദൂരേക്ക് മാറ്റി വരയ്ക്കണം, ഓപ്പോസിറ്റ് ആക്കി വരയ്ക്കണം. എക്ലിപ്സിന്റെ കേസിൽ അങ്ങനെയല്ല, അപ്പൊ തൊട്ടടുത്ത് തന്നെ വരയ്ക്കണം, ഒരേപോലെ വരയ്ക്കണം, അവർക്ക് അതുകൊണ്ട് സ്റ്റെബിലിറ്റി കുറവാണ്. ഇങ്ങനെയൊക്കെ ആലോചിച്ചോളൂ. ഇനി നിങ്ങൾ തെറ്റിക്കാൻ ചാൻസ് ഉള്ള വേറൊരു കാര്യം സോഹോൾസും അതുപോലെ തന്നെ നമ്മുടെ ന്യൂമാൻ ആണ്. ന്യൂമാൻ എന്ന് പറയുമ്പോൾ മനുഷ്യന്റെ ഫേസ് പോലെയൊക്കെ തന്നെയല്ലേ, ഒരു വട്ടത്തിലല്ലേ നമ്മൾ വരച്ച് കാണിക്കുന്നത്. ഇങ്ങനെയൊക്കെ ആലോചിക്കും, എങ്ങനെയെങ്കിലൊക്കെ ആലോചിക്കും. കഴിഞ്ഞോ? എല്ലാ സ്ട്രക്ചറും വരച്ചു കഴിഞ്ഞോ? കഴിഞ്ഞു. ഇനി നിങ്ങൾ എഴുതിക്കോ, ഇതാണ് ഞാൻ പറഞ്ഞ കുറച്ചു നേരം കഴിയുമ്പോൾ പറഞ്ഞുതരാന്ന്. ഓക്കെ, എന്തുകൊണ്ടാണ് നമ്മുടെ സ്റ്റാഗേർഡ് കൺഫർമേഷന് നമ്മുടെ എക്ലിപ്സിനേക്കാളും സ്റ്റെബിലിറ്റി കൂടുതൽ? നേരത്തെ പറഞ്ഞ കാര്യമാണ്. പക്ഷെ 2 കാര്യങ്ങളുണ്ട്. ഫസ്റ്റ് എന്ന് പറയുന്നത് നമ്മുടെ റിപ്പൾഷന്റെ കാര്യം, രണ്ടാമത്തെ കാര്യം ടോർഷണൽ സ്ട്രെയിൻ. അപ്പൊ മെയിൻ ആയിട്ട് 2 പോയിന്റ്സ് ആണുള്ളത്. മിനിമം റിപ്പൾഷൻ and second point is torsional strain. ഇത് എഴുതിയോ? അപ്പൊ എന്റെ മക്കൾ എഴുതിക്കോ. അത് കാണിച്ചു തരാം. ടോർഷണൽ സ്ട്രെയിൻ എഴുതാൻ കാണിച്ചു തരാം, സമാധാനപ്പെടും. അത് പറയുമ്പോ കാണിച്ചു തരാം. ഇപ്പൊ നിങ്ങൾ ഇത് എഴുതിക്കോ. ഞാൻ പറഞ്ഞ കാര്യം സ്റ്റാഗേർഡ് കൺഫർമേഷന്റെ കേസില് ഓക്കെ. അപ്പൊ ഇതിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? നമ്മുടെ ഹൈഡ്രജൻസ് മാക്സിമം ഡിസ്റ്റൻസിൽ നിൽക്കും. ഡിസ്റ്റൻസ് കൂടുന്തോറും റിപ്പൾഷൻ കുറയും. റിപ്പൾഷൻ കുറയുമ്പോൾ സ്റ്റെബിലിറ്റി കൂടും. എക്ലിപ്സിന്റെ കേസിൽ എന്താ സംഭവിക്കുന്നത്? ഒരേപോലെ തന്നെയാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്, സെയിം ലൈനിലാണ് അറേഞ്ച് ചെയ്തേക്കുന്നത്. അപ്പൊ ഹൈഡ്രജൻ ആറ്റം തമ്മിലുള്ള ഡിസ്റ്റൻസ് മിനിമം ആണ്. ഡിസ്റ്റൻസ് കുറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ റിപ്പൾഷൻ കൂടും, സ്റ്റെബിലിറ്റി കുറയും. അതുകൊണ്ടാണ് സ്റ്റാഗേർഡും എക്ലിപ്സും ബേസ്ഡ് ഓൺ ദ അറേഞ്ച്മെന്റ്. ഓക്കെ, ബേസ്ഡ് ഓൺ ദി അറേഞ്ച്മെന്റ് സ്റ്റാഗേർഡ് മോർ സ്റ്റേബിൾ ആവുന്നത്. പിന്നെ ഉള്ളതാണ് ടോർഷണൽ സ്ട്രെയിൻ. ഇത് എഴുതി കഴിയുമ്പോൾ പറയട്ടോ, ടോർഷണൽ സ്ട്രെയിൻ കാണിച്ചു തരാം. വീട് ഷായദ് ക്ലാസ് കേട്ടെ നീ.
ക്യാമറ ഓഫ് ഉണ്ടല്ലോ. അർച്ചന മാം ക്യാമറ ഓഫ് ഉണ്ട്, ഒന്ന് ചെക്ക് ചെയ്യണം കേട്ടോ. ഓക്കെ, ഇത് എഴുതിയാ? ഇത് മുഴുവൻ എഴുതണ്ട. സ്റ്റാഗേർഡ് എന്ന് പറഞ്ഞിട്ട് 2 കുത്തിട്ടിട്ട് പറയാ ഹൈഡ്രജൻ ആറ്റം മാക്സിമം റിപ്പൾഷൻ, അതുകൊണ്ട് നമുക്ക് എന്ത് പറയാൻ പറ്റും? അല്ല, മിനിമം റിപ്പൾഷൻ, അതുകൊണ്ട് മാക്സിമം സ്റ്റെബിലിറ്റി. താഴെ എക്ലിപ്സ്ഡ് എന്ന് എഴുതാ, 2 കുത്തിടാ. മിനിമം ഡിസ്റ്റൻസിലാണ് നിൽക്കുന്നത്, അതുകൊണ്ട് മാക്സിമം റിപ്പൾഷൻ ആണ്, അതുകൊണ്ട് സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. ഇത്രയും കാര്യം എഴുതേണ്ട കാര്യമുള്ളൂ, ഒരൊറ്റ ലൈനിൽ തീർക്കേണ്ട കാര്യമുള്ളൂ. ഇത് മുഴുവൻ ഇങ്ങനെ നീട്ടിപ്പറ്റി എഴുതല്ലേ, അതിനുള്ള സമയമില്ല. അത് എനിക്കല്ലേ ഇല്ലാത്തത്, നിങ്ങൾക്ക് എക്സാമിന് തന്നെ സമയം ഇല്ലാണ്ടിരിക്കുന്നത്. ഇങ്ങനെ പയ്യെ എഴുതി ശീലിച്ചു കഴിഞ്ഞ് നിങ്ങൾ എങ്ങനെ എക്സാം എഴുതി തീരാനാ? നിങ്ങളൊക്കെ മലയാളം പഠിക്കുന്ന ആരെങ്കിലും ഉണ്ട് ഇതിനകത്ത്? നിങ്ങളൊക്കെ മലയാളം പരീക്ഷ എഴുതി കഴിയാറുണ്ടാ ഈ കണക്കിന് എഴുതി കഴിഞ്ഞിട്ട്? അറിയില്ല അങ്ങനെ എഴുതി കഴിയാറ്. നിങ്ങൾ സ്പീഡൊക്കെ ഇമ്പ്രൂവ് ചെയ്യണം കേട്ടോ. ഓക്കെ, ശരി. പിന്നെ മക്കൾ എഴുതിക്കോ. മെസ്സേജ് ചെയ്യാം. ഓക്കെ, ഹിന്ദിയാണ്, അതുകൊണ്ട് കുഴപ്പമില്ല. ഓക്കെ, നമുക്ക് ടോർഷണൽ സ്ട്രെയിൻ പറയാം. അപ്പൊ ടോർഷണൽ സ്ട്രെയിൻ എന്ന് പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് നമ്മുടെ ഈ ഇലക്ട്രോൺ ക്ലൗഡ്സ് എന്ന് പറഞ്ഞാൽ എന്താ? എടാ, ഇലക്ട്രോൺസ്, നമ്മുടെ ആ പർട്ടിക്കുലർ മോളിക്യൂൾസിന്റെ ഇലക്ട്രോൺസ് കാരണം ഉണ്ടാവുന്ന ഒരു അറ്റ്മോസ്ഫിയർ, അത്രയുള്ള ഇലക്ട്രോൺ ക്ലൗഡ്സ് എന്ന് പറയുന്നത്. ഈ ഇലക്ട്രോൺ ക്ലൗഡ്സ് തമ്മിലുള്ള റിപ്പൽഷൻ, നമ്മൾ നേരത്തെ പറഞ്ഞത് നമ്മുടെ ആറ്റംസ് തമ്മിലുള്ള റിപ്പൽഷൻ ആണ്. ഇപ്പൊ ഞാൻ പറയാണ്, ഇവിടെ CH3, ഇവിടെ വീണ്ടും ഒരു CH3, ഇവരുടെ കയ്യിലൊക്കെ ഇലക്ട്രോൺസ് ഇല്ലേ? ഈ ഇലക്ട്രോൺസ് തമ്മിൽ ഒരു റിപ്പൽഷൻ ഉണ്ടാവില്ലേ? ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ്, ഈ ഇലക്ട്രോണിന്റെ നെഗറ്റീവ് ചാർജ്, ഈ ഇലക്ട്രോണുകൾ തമ്മിലുള്ള റിപ്പൽഷൻ കാരണം ക്രിയേറ്റഡ് ആവുന്ന സാധനത്തിനെ ഞാൻ വിളിക്കുന്ന പേരാണ് ടോർഷണൽ സ്ട്രെയിൻ. ഓക്കെ, അപ്പൊ ഇതിന്റെ കേസിൽ നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ തന്നെയാണ്. സ്റ്റാഗേർഡിന്റെ കേസിൽ ടോർഷണൽ സ്ട്രെയിൻ വളരെ കുറവാണ്, അതുകൊണ്ട് സ്റ്റെബിലിറ്റി കൂടുതലാണ്. മറ്റേതിന്റെ കേസിൽ ടോർഷണൽ സ്ട്രെയിൻ വളരെ കൂടുതലാണ്, അതുകൊണ്ട് സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. അപ്പൊ ഇതാണ് നമ്മുടെ നെക്സ്റ്റ് റീസൺ. വേഗം എഴുതിക്കോ 2 റീസൺസും. ഹിന്ദിക്കാരാണ് നിങ്ങളുടെ ക്ലാസ്സിൽ കൂടുതൽ. ഓക്കെ, എല്ലാവരും എഴുതി കഴിഞ്ഞോ? അങ്ങനെയാണെങ്കിൽ എന്റെ മക്കൾ റെഡി ആയിക്കോ, നമുക്ക് ആൽക്കീൻസിലേക്ക് പോവാം. എനിക്ക് ആരാണ് ആൽക്കീൻസിന്റെ ഫോർമുല പറഞ്ഞുതരാം? ആദ്യ അനിൽ. ആദ്യ പറഞ്ഞോ. ആൽക്കീനിന്റെ കെമിക്കൽ ഫോർമുല, ജനറൽ കെമിക്കൽ ഫോർമുല CnH2n. കറക്റ്റ് ആണ് കേട്ടോ, CnH2n. അപ്പൊ എന്റെ മക്കൾ എഴുതിക്കോ, എല്ലാവരും എഴുതിക്കോ. ആൽക്കീൻസ് എന്ന് പറഞ്ഞാല് ഇറ്റ് ഇസ് അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺ. CnH2n എന്ന് പറയുന്നതാണ് അവരുടെ ജനറൽ ഫോർമുല. അതിനകത്ത് കാർബൺ കാർബൺ ഡബിൾ ബോൺസ് ഉണ്ടാവും, കാർബൺ കാർബൺ ഡബിൾ ബോണ്ട്. അതുപോലെ ഇവരെ നമ്മൾ ഒലിഫിൻസ് എന്നാണ് വിളിക്കുക, ഒലിഫിൻസ്. യെസ്, ശിവാനി അമൃതയ്ക്ക് ഇട്ടിട്ടുണ്ടായിരുന്നു. ഗുഡ്. അതുപോലെ ഇതിനകത്ത് കാർബൺ ഡബിൾ ബോണ്ട് ആയതുകൊണ്ട് തന്നെ കാർബൺ എന്ന് പറയുന്നത് sp2 ഹൈബ്രിഡൈസ്ഡ് ആയിരിക്കും. ഞാൻ ആൽക്കീൻസിന്റെ കേസിൽ എന്താ ഹൈബ്രിഡൈസേഷൻ പറഞ്ഞത്? sp3 ഹൈബ്രിഡൈസേഷൻ. ഇവിടെ sp2 ഹൈബ്രിഡൈസേഷൻ ആണ്. ഇനി ആൽക്കൈൻസ് ആവുമ്പോ അത് sp ഹൈബ്രിഡൈസേഷൻ ആണ്. ഇതൊക്കെ എന്തിനാ ഇപ്പൊ തന്നെ കൂടെ പറഞ്ഞിരുന്നേന്ന് അറിയാം. എനിക്ക് ആൽക്കൈൻ പറയുമ്പോൾ വീണ്ടും പറഞ്ഞിരുന്ന കാര്യമുള്ളൂ, പക്ഷെ കണക്ട് ചെയ്ത് പറഞ്ഞു തന്നാൽ നിങ്ങൾ ആലോചിക്കും. ഇതിനാണ് എല്ലാ പ്രാവശ്യവും റിപ്പീറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നത്.
അപ്പൊ അൺസാച്ചുറേറ്റഡ് ഹൈഡ്രോകാർബൺസ് ആണ്. കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട്. ഒലിഫിൻസ് എന്ന് വിളിക്കും. sp3 ഹൈബ്രിഡൈസ്ഡ് കാർബൺ ആണ്. ജനറൽ ഫോർമുല എന്ന് പറയുന്നത് CnH2n. കഴിഞ്ഞോ? അത്ര നേരത്തിന്റെ ആവശ്യമുള്ളൂ. അപ്പൊ നമുക്ക് ആദ്യം തന്നെ അതിന്റെ ജോമെട്രിക്കൽ ഐസോമറിസം പഠിക്കാം. ഐസോമറിസം എന്ന് പറഞ്ഞപ്പോ ഞാൻ നിങ്ങളോട് പറഞ്ഞു, നേരത്തെ നിങ്ങൾ പറഞ്ഞു ബ്രാഞ്ചിങ് മാത്രം മാറിയാൽ മതി, അല്ലെങ്കിൽ അങ്ങോട്ട് ഇങ്ങോട്ട് അറേഞ്ച് ചെയ്തത് മാത്രം മാറിയാൽ മതി. അപ്പോഴേ ഞാൻ നിങ്ങളോട് പറഞ്ഞു ബ്രാഞ്ചിങ് മാത്രമല്ല അതിന്റെ സ്പേസിലത്തെ അറേഞ്ച്മെന്റ്. ഓക്കെ, അതിന്റെ ബേസിസിൽ നമുക്ക് എന്ത് വരും? പ്രീവിയസ് സ്ലൈഡാ വേഗം എഴുതിയേ. ജോമെട്രിക്കൽ ഐസോമറിസം. അപ്പൊ നമുക്ക് മെയിൻ ആയിട്ട് രണ്ട് ടൈപ്പ് ഓഫ് ഐസോമേഴ്സ് ആണ് വരുന്നത്. സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും. ഞാൻ ഇപ്പോഴേ നിങ്ങളോട് പറയാം. സിസ് എന്ന് പറഞ്ഞാല് സെയിം സൈഡിൽ നിന്ന് പഠിക്കാം. ഓക്കെ, സിസ് എന്ന് പറഞ്ഞാല് അതാ ബുക്കിന്റെ സൈഡിൽ എവിടെയെങ്കിലും എഴുതി വെക്കുക. എന്നെ ഇങ്ങനെ നോക്കിയിരിക്കാണ്ട് ബുക്ക് തീർന്നു ദൈവമേ, എവിടെയെങ്കിലും എഴുതി വെക്കുക എന്റെ ഒരു സമാധാനത്തിന് വേണ്ടിയിട്ട്. വീട്ടിലെ ഏതെങ്കിലും ആവശ്യമില്ലാത്ത പഴയ പുസ്തകങ്ങൾ എന്തെങ്കിലും കിട്ടുന്നുണ്ടെങ്കിൽ അവിടെ എഴുത്. ഓക്കെ, അപ്പൊ സിസ് ഐസോമർ എന്ന് പറഞ്ഞാല് സെയിം സൈഡിലായിരിക്കും വരാ. ട്രാൻസ് ഐസോമർ എന്ന് പറഞ്ഞാല് ഓപ്പോസിറ്റ് സൈഡിൽ. അപ്പൊ എന്റെ മക്കൾ എഴുതി വെച്ചോ ഡെഫിനിഷൻ. ഐസോമേഴ്സ് വിച്ച് ഹാവ് സെയിം സ്ട്രക്ചറൽ ഫോർമുല, പക്ഷെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റിനാണ് ഡിഫറൻസ്. ഓക്കെ, സ്പേസിലുള്ള 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റിന് മാത്രമാണ് ഡിഫറൻസ്. സ്ട്രക്ചർ സെയിം ആയിരിക്കും. അതിന്റെ ബേസിസിൽ നമുക്ക് രണ്ട് ടൈപ്പ് ഓഫ് ജോമെട്രിക്കൽ ഐസോമേഴ്സ് ഉണ്ട്. സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും. ഇപ്പൊ തന്നെ സൈഡിൽ എഴുതി വെച്ചോ. സിസ് ഐസോമർ എന്ന് പറഞ്ഞാല് സെയിം സൈഡ്, സിസ് സെയിം അങ്ങനെ എഴുതി വെക്ക്. ട്രാൻസ് എന്ന് പറഞ്ഞാല് ഓപ്പോസിറ്റ്. പിന്നെ ഒരെണ്ണം പഠിച്ചു കഴിഞ്ഞാൽ മറ്റേത് ഇപ്പൊ കാണാപ്പാടം പഠിക്കേണ്ട കാര്യമൊന്നും ഇല്ലല്ലോ. അപ്പൊ സിസ് എന്ന് പറഞ്ഞാല് സെയിം സൈഡ്, ട്രാൻസ് എന്ന് പറഞ്ഞാല് ഓപ്പോസിറ്റ് സൈഡ്. ഇപ്പൊ നിങ്ങൾക്ക് തോന്നുന്നുണ്ടാവും എന്താണാവോ സെയിം സൈഡ് ഓപ്പോസിറ്റ് സൈഡ് എന്ന്. എടാ ഫങ്ഷണൽ ഗ്രൂപ്പ്സ്. ഓക്കെ, ഇതിനകത്ത് ഫങ്ഷണൽ ഗ്രൂപ്പ്സ് ഉണ്ട്. ആ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് സെയിം സൈഡ് ആണോ ഓപ്പോസിറ്റ് സൈഡിലാണോ എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ സിസ് ആണോ ട്രാൻസ് ആണോ എന്ന് പറയുന്നത്. ഇത് എഴുതി കഴിഞ്ഞാൽ പറ, അത് കാണിച്ചു തരാം. വേഗം എഴുതിക്കോ എല്ലാവരും. അപ്പൊ ഒരാൾ വന്നിട്ട് നിങ്ങളുടെ ചോദിക്കുകയാണ് എന്താണ് ജോമെട്രിക്കൽ ഐസോമർ എന്ന് വെച്ചാൽ നിങ്ങൾ എന്താ പറയാ? സ്ട്രക്ചറൽ ഫോർമുല സെയിം ആയിരിക്കും. ആകെ വരുന്ന വ്യത്യാസം എന്ന് പറയുന്നത് അവരുടെ 3 ഡയമെൻഷണൽ അറേഞ്ച്മെന്റ് അല്ലെങ്കിൽ സ്പേഷ്യൽ അറേഞ്ച്മെന്റിനായിരിക്കും. ഓക്കെ, ഓക്കെ, ഇത് എഴുതി കഴിഞ്ഞോ? എല്ലാവരും എഴുതിയോ? ഇല്ല, എഴുതിയിട്ടില്ല. ജിഷ്ണ എവിടെ? ജിഷ്ണ എഴുതി കഴിഞ്ഞോ? എഴുതിയില്ല. എന്നാ വേഗം എഴുത്. ഭാനുമതിയുടെ കഴിഞ്ഞോ? ഭാനുമതി, എന്തുകൊണ്ടാണ് സ്റ്റാഗേർഡിന് കൂടുതൽ സ്റ്റെബിലിറ്റി ദാൻ എക്ലിപ്സ്ഡ്? അതായത് റിപ്പൽഷൻ മിനിമൈസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവര് മാക്സിമം ഡിസ്റ്റൻസിലായിരിക്കും നിൽക്കുന്നത്. ആര് സ്റ്റാഗേർഡ് ആണോ എക്ലിപ്സ്ഡ് ആണോ? സ്റ്റാഗേർഡ്. ഓക്കെ, അതുകൊണ്ട് അവർ സ്റ്റേബിൾ ആണ്. അടുത്ത പോയിന്റ് എന്താ? ഒരു കാര്യം കൂടെ ഞാൻ പറഞ്ഞു തന്നിട്ടുണ്ടായി. ഒരു വാക്കും കൂടെ പറഞ്ഞില്ലേ? ടോർഷണൽ സ്ട്രെയിൻ. ഒന്ന് വായിച്ചു നോക്കിയോളട്ടെ ക്ലാസ് കഴിയുമ്പോ. ഓക്കെ, ഇപ്പൊ എല്ലാവരും എഴുതി കഴിഞ്ഞോ? എഴുതാനുള്ള സമയമൊക്കെ കിട്ടിയില്ലേ? ഇപ്പൊ എന്റെ മക്കൾ എഴുതിക്കോ. ബ്യൂട്ട് 2-ന്റെ സിസ് ഐസോമറും ട്രാൻസ് ഐസോമറും ആണ് ഞാൻ വരയ്ക്കാൻ പോണത്. ബ്യൂട്ട് 2-ഈൻ എല്ലാവരും പുസ്തകത്തിൽ വരച്ചേ. ബ്യൂട്ട് 2-ഈൻ വേഗായിക്കോട്ടെ. എടാ ബ്യൂട്ട് 2-ഈൻ എന്ന് പറഞ്ഞാൽ എന്താ? ബ്യൂട്ട് എന്ന് പറഞ്ഞാൽ എന്താ? 4 കാർബൺ വരുന്ന റൂട്ട് അല്ലെ. ഈ എന്ന് പറഞ്ഞാൽ എന്താ? ആൽക്കീൻ ആണ്. അതെന്താ 2 ഇട്ടേണത്? സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട്. നീ വരച്ച എല്ലാവരും. ജിഷ്ണ ഏട്ടൻ എനിക്ക് ഇതിന്റെ ആൻസർ പറഞ്ഞുതരാ. ജിഷ്ണ വേഗം വരച്ചോ ബുക്കില്. പിന്നെ ആൻസർ എനിക്ക് ജിഷ്ണ പറഞ്ഞുതരണം. വേഗം ആയിക്കോട്ടെ. ബ്യൂട്ട് 2-ഈൻ ഞാൻ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞു തന്നിട്ടുണ്ട് വരയ്ക്കാൻ. നാല് കാർബൺ, സെക്കൻഡ് പൊസിഷനിലെ ഡബിൾ ബോണ്ട്. വേഗായിക്കോട്ടെ.
ശരിയായില്ല വൈഷ്ണവ്. എത്ര കാർബൺ ഉണ്ട് അതിനകത്ത്? ഒന്ന് ചെക്ക് ചെയ്തേ. 4 നീ മൊത്തത്തിൽ ഒന്ന് എണ്ണി നോക്കിയേ. 5 അപ്പൊ തെറ്റിയില്ലേ? ഒന്നും കൂടെ ചെക്ക് ചെയ്ത് നോക്കിയേ. രണ്ടാമത്തെ കാർബണില് ഡബിൾ ബോണ്ട് വരണം. മൊത്തത്തിൽ ആകെ 4 കാർബൺ എനിക്ക് മതിയിടാ. 5 വേണ്ട. ഇപ്പൊ ഹൈഡ്രജന്റെ എണ്ണം കറക്റ്റ് ആണോ? ബ്യൂട്ട് 2E എന്ന് പറയുമ്പോൾ ബ്യൂട്ട് 2E ഫോർമുല നിങ്ങൾ ആദ്യം എല്ലാവരും സൈഡിൽ എഴുതട്ടോ. ബ്യൂട്ട് 2E എന്ന് പറഞ്ഞാല് 4 കാർബൺ വരുന്നത്. 4 കാർബൺ എന്ന് പറയുമ്പോൾ CnH2 എന്ന് പറഞ്ഞാല് C4H8. 8 ഹൈഡ്രജൻ ആണോ ഉള്ളത്? അല്ലല്ലോ. ഒന്നും കൂടെ ചെക്ക് ചെയ്യ് വേഗം. എന്താണ് മിസ്റ്റേക്ക് വന്നേന്നുള്ളത് ഞാൻ ക്ലാസ് എടുത്തപ്പോ പറഞ്ഞിട്ടുണ്ടായി. ഇങ്ങനെ വരച്ചു തുടങ്ങും നിങ്ങൾ. ആ കാർബൺ മാത്രം ഇങ്ങനെ മാല പോലെ ആദ്യം വരച്ചു വെക്കുക. 4 കാർബൺ അല്ലേ വേണ്ടത്? കുഴപ്പമില്ല, തെറ്റിക്കോ, തെറ്റി ശരിയാക്കാം. 4 കാർബൺ നിരത്തി വരയ്ക്കുക. ഇങ്ങനെയാണ് ഞാൻ കഴിഞ്ഞ ചാപ്റ്റർ പഠിപ്പിച്ചപ്പോ പറഞ്ഞത്. ഓർമ്മയുണ്ടായിരിക്കും. 4 കാർബൺ ലൈനായിട്ട് വരച്ചു വെക്കാൻ. അത് കഴിഞ്ഞിട്ട് ഞാൻ എന്താ ചെയ്യാൻ പറഞ്ഞത്? സെക്കൻഡ് പൊസിഷനിൽ ഡബിൾ ബോണ്ട്. അപ്പൊ ദേ സെക്കൻഡ് പൊസിഷനിൽ ഞാൻ ഡബിൾ ബോണ്ട് കൊടുത്തു. 1 2 3 4 അല്ലെങ്കിൽ 1 2 3 4 എങ്ങനെ കൊടുത്താലും കറക്റ്റാ. അപ്പൊ സെക്കൻഡ് പൊസിഷനിൽ ഞാൻ ഡബിൾ ബോണ്ട് കൊടുത്തു. ഇനി ഞാൻ എന്താ ചെയ്യേണ്ടത്? എന്റെ വാലൻസി ഫില്ല് ചെയ്യാൻ പോലെ ഹൈഡ്രജൻസിനെ കൊടുക്കണം. കാർബണിന്റെ വാലൻസി എത്രയാ? 4 അല്ലേ? അപ്പൊ ഇവിടെ എത്ര എണ്ണം വേണം ഇനി? 1 ഹൈഡ്രജൻ. കാരണം 1 2 3 ബോണ്ട് ഓൾറെഡി ഉണ്ട്. 1 ഹൈഡ്രജനും കൂടെ മതി അല്ലേ? ഇപ്പുറത്ത് നോക്കിയേ, ഈ കാർബണും 3 ബോണ്ട് ഓൾറെഡി ഉണ്ട്. 1 2 3 4. ഇപ്പൊ വാലൻസി കറക്റ്റ് ആയി. കാർബണിന്റെ വാലൻസി 4 അല്ലേ? ഈ കാർബൺ എത്ര ബോണ്ട് ഉണ്ട്? ഒറ്റ ബോണ്ട് അല്ലേ ഉള്ളൂ. അപ്പൊ ഞാൻ 3 ഹൈഡ്രജന് കൊടുത്തു. ഇവിടെ ഞാൻ 3 ഹൈഡ്രജന് കൊടുത്തു. അപ്പൊ എന്റെ സ്ട്രക്ചർ എന്ന് പറയുന്നത് CH3 CH ഡബിൾ ബോണ്ട് CH. ഇത് കിട്ടിയ ആരെങ്കിലും ഉണ്ടോ? ശിവാനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ദേവപ്രിയക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു, ചന്ദനയ്ക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നു. വെരി ഗുഡ്. ഓക്കെ ഓക്കെ. നീ മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടോ? ഈ സാരഥിക്കൊക്കെ കിട്ടി എന്ന് പറയുന്നുണ്ട്. ഗുഡ്. ഇനി നമുക്ക് ഇതിന്റെ വരയ്ക്കാം, സ്ട്രക്ചർ വരയ്ക്കാം. ഞാൻ നിങ്ങളോട് പറഞ്ഞു സെൽവയ്ക്ക് മനസ്സിലായില്ല എന്നാണോ പറഞ്ഞത്? കിട്ടിയെന്നാണോ പറഞ്ഞത്? ഇവിടെ പോയി സെൽവ. ഹാദിയക്ക് കിട്ടി, എല്ലാവർക്കും കിട്ടി. സെൽവയ്ക്ക് മനസ്സിലായില്ല എന്നാണോ പറഞ്ഞത്? റിപ്പീറ്റ് ചെയ്യണോ ഞാൻ? കിട്ടിയെന്നാണോ പറഞ്ഞേ? ഹലോ, കിട്ടി. വെരി ഗുഡ്. എടാ ക്യാമറ ഓഫ്. അർച്ചന മാം. 1 2 3 4 5 6 7 8 9 10. ഇവരൊക്കെ എന്നെ പറ്റിക്കുന്നു. 10 പേര് എന്നെ പറ്റിക്കുന്നു. ബാക്കി ആൾക്കാര് ക്യാമറ ഓൺ ചെയ്തിട്ട് പറ്റിക്കണ്ടോന്ന് എനിക്ക് ഇല്ല. കുഴപ്പമൊന്നുമില്ല. ശരി, അപ്പൊ നമ്മൾ വരയ്ക്കാൻ പോവാണ്. CH3 CH ഡബിൾ ബോണ്ട് CH. ഓക്കെ, ഞാൻ നിങ്ങളോട് പറഞ്ഞു ഫങ്ഷണൽ ഗ്രൂപ്പ് ഉള്ളതൊക്കെ സെയിം സൈഡിൽ വേണമെന്ന്. അപ്പൊ ഇവിടുത്തെ ഫങ്ഷണൽ ഗ്രൂപ്പ് ആരൊക്കെ ആയിരിക്കും? ആലോചിച്ച് നോക്കിയേ. അപ്പോ ഈ കേസിൽ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയോ? ഡബിൾ ബോണ്ടിനെ ആദ്യം തന്നെ നടുക്കെടുത്ത് വരയ്ക്കാം. കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ അല്ലേ? ഇനി ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്, ഇവിടെ ഒരു ഹൈഡ്രജൻ ഉണ്ട്. അവര് രണ്ടുപേരും ഒരേ സൈഡിൽ വരച്ചോ. ഹൈഡ്രജൻ ഹൈഡ്രജൻ. പിന്നെ CH3 ഉള്ളത്, അതിനെയും സെയിം സൈഡിൽ വരച്ചോ. CH3. അപ്പൊ ഇത് നമ്മുടെ സിസ് ബ്യൂട്ട് 2E. ഓക്കെ, ഇങ്ങനെയാണ് സിസ് ഐസോമർ വരയ്ക്കുക. ട്രാൻസ് വരയ്ക്കണമെങ്കിൽ ഞാൻ എന്താ പറഞ്ഞേ? ഓപ്പോസിറ്റ്. അപ്പൊ ട്രാൻസിന്റെ മക്കൾ വരച്ചോ. ട്രാൻസ് ബ്യൂട്ട് 2E. ട്രാൻസ് ബ്യൂട്ട് 2E എന്ന് പറഞ്ഞാല് കാർബൺ ഡബിൾ ബോണ്ട് കാർബൺ വരയ്ക്കുക. H CH3. ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം സൈഡ് ആണെന്നുണ്ടെങ്കിൽ ഡബിൾ ബോണ്ട്, ഇതല്ലേ ഡബിൾ ബോണ്ട്? ഡബിൾ ബോണ്ടിന്റെ സെയിം സൈഡിലാണ് എന്റെ 2 ഹൈഡ്രജനും. ഓക്കെ, ഫങ്ഷണൽ ഗ്രൂപ്പ് സെയിം സൈഡിലാണ് വന്നത്. ഇവിടെയും സെയിം സൈഡിലല്ലേ CH3. അതുകൊണ്ട് ഇത് സിസ് ഐസോമർ. ഇത് ഓപ്പോസിറ്റ് സൈഡ് അല്ലേടാ, അതുകൊണ്ട് ട്രാൻസ് ഐസോമർ. അപ്പൊ എവിടെയെങ്കിലും എഴുതി വെച്ചോ. സിസ് എന്ന് പറഞ്ഞാൽ സെയിം, ട്രാൻസ് എന്ന് പറഞ്ഞാൽ ഓപ്പോസിറ്റ്.
ഇങ്ങനെയൊക്കെ പറയുകയും ചെയ്യും, ഒന്നും എഴുതി വെക്കില്ല, എന്നിട്ട് അടുത്ത ക്ലാസ്സിൽ അയ്യോ ഞാൻ അത് കേട്ടിട്ടില്ല എന്ന് പറയും. കേട്ടിട്ടുണ്ട്, ഇപ്പൊ കുഴപ്പമില്ല. LKG ക്ലാസ് ആണോ? നീ LKG-യിലായിട്ടുണ്ടോ? നീ അവിടെ തന്നെ പോയിരിക്കുന്നു. ഇല്ല. അപ്പൊ സിസും ട്രാൻസും ബ്യൂട്ട് 2E എല്ലാവരും വരയ്ക്കാൻ പഠിച്ചില്ലേ? എന്നാൽ ഞാൻ നിങ്ങൾക്ക് ഒരു എക്സാമ്പിൾ തരാം. 1,2 ഡൈക്ലോറോ ഈതേ തന്നെ വരച്ചോട്ടാ. കഴിഞ്ഞ ആൾക്കാർ തന്നെ അറ്റംപ്റ്റ് ചെയ്തോ. 1,2 ഡൈക്ലോറോ ഈതേ. 1,2 ഡൈക്ലോറോ ഈതേ അല്ലെങ്കിൽ ഡൈക്ലോറോ ഈതേ. എടാ ഈതേനകത്ത് നിന്ന് 2 ഹൈഡ്രജനെ മാറ്റിയിട്ട് 2 ക്ലോറിനെ വെക്കാം. C2H6 അല്ലേ ഈതേ എന്ന് പറയുന്നത്. അപ്പോ C2H4Cl2 ഇങ്ങനെ വരും. ഇനി നിങ്ങൾക്ക് വേണമെന്നുണ്ടെങ്കിൽ സ്ട്രക്ചറും കൂടെ ഞാൻ പറഞ്ഞുതരാം. വേണ്ട, അങ്ങനെ എല്ലാരും എളുപ്പത്തിൽ പറഞ്ഞത് വരച്ചു നോക്ക്, ശരിയാവുന്നു. ഡൈക്ലോറോ ഈതേനല്ല കേട്ടോ, ഡൈക്ലോറോ ഈതീൻ. ഈതീൻ നമ്മൾ ആൽക്കെയിൻസിന്റെ അല്ലേ വരച്ചുകൊണ്ടിരിക്കുന്നത്. ഡൈക്ലോറോ ഈതീൻ. ഈതീൻ എന്ന് പറഞ്ഞാല് CnH2n അല്ലേ വരുന്നത്. അപ്പൊ ഈതേൻ എന്ന് പറഞ്ഞാല് C2H4 ആണ് വരാ. 2 എണ്ണം മാറിക്കഴിഞ്ഞാൽ C2H2Cl2. ഇതാണ് വരയ്ക്കേണ്ട സാധനം. വേഗമായിക്കോട്ടെ. ഇനി മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ചോദിച്ചോ. ഈ ബ്യൂട്ടി 2E അതിന് വേണ്ടിയിട്ടാണ് ഞാൻ ഈ സമയം മനസ്സിലായവർക്ക് അത് കൊടുത്തത്. മനസ്സിലാവാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇത് ചോദിച്ചോ. സിസ് എന്ന് പറഞ്ഞ സെയിം സൈഡിൽ ഫങ്ഷണൽ ഗ്രൂപ്പ്സ് വരയ്ക്കുക, ട്രാൻസ് എന്ന് പറഞ്ഞ ഓപ്പോസിറ്റ് സൈഡിൽ വരയ്ക്കുക. ആരവിടെ ക്ലാസ്സിൽ കിടക്കണേ? എണീറ്റിരുന്നേ. വരച്ചു കഴിഞ്ഞോ? ബ്യൂട്ടി 2E വരച്ചു കഴിഞ്ഞോ? ഇല്ല, അതും കഴിഞ്ഞിട്ടില്ല. കഴിഞ്ഞു? എല്ലാവരുടെയും കഴിഞ്ഞോ? ഡൈക്ലോറോ ഈതീന്റെ വരച്ചു കഴിഞ്ഞോ ആരുടെയെങ്കിലും? ജിഷ്ണ വരച്ചോ? ജിഷ്ണ ഇല്ല, വരച്ചുകൊണ്ടിരിക്കുകയാണ്. കാശിനാഥ് വരച്ചോ? അതെന്താ വരയ്ക്കാത്ത? നീ വരയ്ക്കാം, നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം. എന്താണ് സംഭവം? C2H2Cl2. ഇതിന്റെ സിസും വരയ്ക്കണം, ട്രാൻസും വരയ്ക്കണം. നീ പറഞ്ഞോ, നമുക്ക് ഒരുമിച്ച് വരയ്ക്കാം. എങ്ങനെയാണ് സംഭവം? ഞാൻ പറഞ്ഞു, ഇത് നമ്മുടെ ആൽക്കീൻസിനെ കൊണ്ട് മാത്രമാണ് ഞാൻ ഇപ്പൊ പഠിപ്പിക്കുന്നത് അല്ലെ. അപ്പൊ എന്തായാലും ഒരു കാർബൺ കാർബൺ ഡബിൾ ബോണ്ട് ഉണ്ട് അല്ലെ. ഡബിൾ ബോണ്ടിന്റെ സെയിം സൈഡ് ഓപ്പോസിറ്റ് സൈഡ് വെച്ചിട്ടല്ലേ സിസും ട്രാൻസും വരുന്നത്. ഇനി നിനക്ക് എന്തൊക്കെ വരയ്ക്കാനുണ്ട്? 2 ഹൈഡ്രജനും ഉണ്ട്, 2 ക്ലോറിനും ഉണ്ട്. അപ്പൊ സിസ് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് വരുന്നത്? സിസിന്റെ സെയിം സൈഡിൽ 2 ഗ്രൂപ്പും വരണം. ഇവിടെ ഏതൊക്കെ ഗ്രൂപ്പ് കാണിക്കാനുള്ളത്? ഹൈഡ്രജനും ഉണ്ട്, 2 ക്ലോറിനും ഉണ്ട്. എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ? അപ്പൊ നീ പറഞ്ഞോ, എന്താ വരയ്ക്കേണ്ടത്? ട്രാൻസ് ആണെങ്കിൽ ഇവിടെ Cl ഓപ്പോസിറ്റ് സൈഡ്. ഈ ഹൈഡ്രജന്റെ ഓപ്പോസിറ്റ് ഇവിടെ ഹൈഡ്രജൻ കൊടുക്കുക, ഈ ക്ലോറിന്റെ ഓപ്പോസിറ്റ് ഇവിടെ ക്ലോറിൻ കൊടുക്കുക. ഓക്കെ, ക്ലാസ് കഴിഞ്ഞിട്ട് സിസും ട്രാൻസ് ഒന്നും കൂടെ നോക്കിയോളൂട്ടാ. ഓക്കെ, ഇതിനി വരയ്ക്കാൻ കിട്ടാത്ത ആരെങ്കിലും ഉണ്ടോ? ഐശ്വര്യൊക്കെ വരച്ചു എന്ന് പറയുന്നുണ്ട്. വേറെ ആർക്കെങ്കിലും മനസ്സിലാവാത്തത് ഉണ്ടോ? സിസും ട്രാൻസും സ്ട്രക്ചർ ഇല്ല. അപ്പൊ അടുത്ത് എഴുതിക്കോ എന്റെ മക്കള്.
സിമിലർ ഗ്രൂപ്പ്സ് സെയിം സൈഡിൽ വരാണെങ്കിൽ സിസ് ഐസോമർ, ഓപ്പോസിറ്റ് സൈഡിൽ വരാണെങ്കിൽ ട്രാൻസ് ഐസോമർ. കണ്ട അവന്റെ 9 മണിയുടെ മെസ്സേജ് ഒന്ന് നീ എന്റെ അലാമാണോ ചെറുക്കനെ ഞാൻ. നീ എല്ലാ ക്ലാസ്സിലും ഇങ്ങനെ അലാം അടിക്കാറുണ്ട്? പേര് മാറ്റാം, നിന്റെ പേര് മാറ്റിട്ട് അലാം എന്ന് വിളിക്കാൻ ഇനി തുടങ്ങി. ക്വസ്റ്റ്യൻ ഒക്കെ ചോദിക്കുമ്പോ അലാം എവിടെ ചോദിക്കും. വിടില്ലേ അപ്പൊ. ഞാൻ ആൽക്കീൻസിന്റെ പ്രിപ്പറേഷൻ പഠിപ്പിക്കാനെന്ന് വന്നേ. എവിടെ എന്റെ ആൽക്കീൻസിന്റെ പ്രിപ്പറേഷൻ? ഒന്നും കഴിഞ്ഞില്ല. ഇല്ല, ഞാൻ വിട്ടോണ്ട് സമാധാനപ്പെട്ട് ഈ എടുത്തോണ്ടിരിക്കുന്നതൊന്നും മുഴുവനിപ്പിച്ചോട്ടെ. ഒരു 2 മിനിറ്റ്, ഒരു 5 മിനിറ്റ് എങ്ങാനും താഴെ പ്ലീസ്. ശരി. നിങ്ങളുടെ കാല് പിടിക്കേണ്ട അവസ്ഥയെ എനിക്ക്. വേഗം എഴുതിയേ. ഇത് എഴുതിയാ? എഴുതിയിട്ടില്ല, എന്നാ വേഗം എഴുതിയേ. ജിയ, ആരോമാറ്റൈസേഷൻ റിയാക്ഷൻ എന്താന്ന് ഓർമ്മയുണ്ടോ? ജിയ ജസ് ആരോമാറ്റൈസേഷൻ എന്ന് ആലോചിച്ച് നോക്കി, എന്തായിരുന്നു സംഭവം? കാർബൺ ഹൈ പ്രഷറും ഹൈ ടെമ്പറേച്ചറും സ്പെസിഫിക് ആയിട്ടുള്ള കാറ്റലിസ്റ്റുകളും കൊടുക്കുമ്പോൾ നമുക്ക് എന്ത് കിട്ടും? വെരി ഗുഡ്. ഇങ്ങനെ ക്ലാസ്സിൽ നിന്ന് പഠിച്ചാൽ എല്ലാവർക്കും കൊള്ളാം. ഓക്കെ, വെരി ഗുഡ്. ഇനി ബാക്കിയുള്ളവർ എഴുതിക്കോ. ഒരാളോടും കൂടെ ചോദിക്കാം എന്റെ ഒരു സമാധാനത്തിന്. 9:01 ഞാൻ പറഞ്ഞില്ല, ഒരു 5 മിനിറ്റ് എനിക്ക് വേണമെന്ന്. എന്നിട്ട് ഞാൻ വിടണല്ലോ. 9:01 9:02 വേഗം എഴുതിക്കോ. അത് എഴുതി കഴിഞ്ഞാ? ഇനിയിപ്പോ പ്രിപ്പറേഷൻ ഓഫ് ആൽക്കീൻസ് ആണ്. എനിക്കൊരു പ്രത്യേക തരം ത്വര അത് പഠിപ്പിച്ചോട്ടെ പ്ലീസ്. 5 മിനിറ്റ് തരില്ല? എന്നാ ശരി, ഒരൊറ്റ മിനിറ്റ് എന്ന് ഞാൻ ഒരു ക്വസ്റ്റ്യൻ ചോദിച്ചിട്ട് വിടാം. ആരെ വിളിക്കാം? ചിരിച്ചിരിക്കുന്ന ആളെ വിളിക്കാം. ഇല്ല, മുഖം കാണിക്കാത്ത ആളെ വിളിക്കാം. ജിഷ്ണ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻസിൽ ഞാൻ 3 സ്റ്റെപ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായി. ഏതൊക്കെയാണ്? എടാ, സബ്സ്റ്റിറ്റ്യൂഷൻ റിയാക്ഷൻ ഞാൻ പഠിപ്പിച്ചപ്പോഴേ അതിൽ 3 സ്റ്റെപ്പ് പറഞ്ഞു തന്നിട്ടുണ്ടായി. ഏതൊക്കെയാണ്? ഫ്രീ റാഡിക്കൽ ഒക്കെ ഫോം ചെയ്യണത്. ഇന്നത്തെ ക്ലാസ്സിൽ ഡീകാർബോക്സിലേഷൻ കഴിഞ്ഞ ക്ലാസ്സിൽ 3 സ്റ്റെപ്പ് ആദ്യം തന്നെ ഞാൻ വന്നപ്പോ തന്നെ പഠിപ്പിച്ചത്. ബോണ്ട് പൊട്ടിച്ച് 2 ഇലക്ട്രോൺ കൊടുത്തിട്ട് ഫ്രീ റാഡിക്കൽ ആക്കിയിട്ട് അതിനിങ്ങനെ എക്സ്റ്റെൻഡ്. അതന്നെ. ഇനീഷ്യേഷൻ. ഇത്രേ ഉള്ളൂ. ഓക്കെ, എല്ലാവരും ക്ലാസ് കഴിയുമ്പോ നോട്ടൊന്ന് മറിച്ച് നോക്കാം. ഓക്കെ സായിബ. ഓക്കെ, ക്ലാസ് ഒക്കെ കഴിഞ്ഞതിന് ശേഷം എല്ലാവരും നോട്ടൊക്കെ ഒന്ന് മറിച്ച് നോക്കണം എന്ന് കാരണം വന്നത് അതാണ്. ഓക്കെ, അപ്പൊ പിന്നെ നിങ്ങൾ മറക്കില്ല. അപ്പൊ വേഗം പോയിട്ട് എക്സാം എഴുതിയിട്ട് ലീവ് ചെയ്തോ. ഷാഹിദിന് പേരൊക്കെ ഇട്ടിട്ടുണ്ടാ? പുഷ് ആൻഡ് പുള്ളാണോ? ആണോ ഷാഹിദ് പോയാ? ചേട്ടാ, ഞാനത് ഇപ്പഴാ കണ്ടേ. അതെന്താ അങ്ങനെ പറഞ്ഞേ? എന്താ സാർ അങ്ങനെ വിളിക്കണേ? എക്സാം എഴുതുന്നവരെ എഴുതിക്കോട്ടെ, അല്ലാത്തവരെ എന്റെ വിശേഷം പറഞ്ഞിട്ട് പൊക്കോ. തള്ളായതുകൊണ്ട് അത് ശരിയാ. അവൻ ഇറങ്ങിപ്പോയി തോന്നുന്നു. നമുക്ക് അടുത്ത ക്ലാസ്സിൽ പിടിക്കാം. എന്റെ മക്കള് വേഗം എക്സാം എഴുതിക്കോ. എക്സാം എഴുതി എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടെങ്കിൽ എന്നോട് പറഞ്ഞോ. ഇല്ലെങ്കിൽ ഇപ്പൊ വേഗം എഴുതിയിട്ട് ലീവ് ചെയ്തോട്ടാ.
എക്സാം കാണാനില്ലേ എന്നാ ടെൻഷൻ ആക്കലെന്നെ. ഞാൻ എക്സാം ഇട്ടിട്ടുണ്ട് നിങ്ങൾക്ക്. ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിട്ടാ, ഒന്ന് റിഫ്രഷ് ചെയ്തോളൂ. എക്സാം എഴുതാൻ കിട്ടിയ ആൾക്കാരുണ്ടോ? എഴുതിക്കൊണ്ടിരിക്കണ ആരെങ്കിലും ഉണ്ടോ? ഉണ്ട്, അപ്പൊ കുഴപ്പമില്ല. അപ്പൊ ഒന്ന് റിഫ്രഷ് ചെയ്ത് നോക്കിട്ടാ വിശാഖ്. ചിലപ്പോ അത് ലോഡ് ആവാണ്ടായിരിക്കും, നെറ്റ് സ്ലോ ആയിട്ട്. ഒന്ന് റിഫ്രഷ് ചെയ്താ. യെസ്, വെരി ഗുഡ് ഐശ്വര്യ. ഓക്കെ, എക്സാം എവിടെയാണ് കിട്ടണേന്നോ? അർച്ചന ടീച്ചറുടെ അടുത്തൊന്ന് കോണ്ടാക്ട് ചെയ്താൽ മതി. വിശാഖ് ഇവിടെ ഉണ്ടോ? വിശാഖ് ശരിക്കും പറഞ്ഞാൽ നമ്മുടെ ലോഗിൻ ചെയ്യുന്ന പേജില്ലേ, അവിടെ എക്സാം എന്ന് കാണിക്കും, ഡെയിലി എക്സാം എന്ന് പറഞ്ഞിട്ട് കാണിക്കും. അതിനകത്തേക്ക് ജസ്റ്റ് കയറി കഴിയുമ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഇങ്ങനെ ആ പേജ് റിഫ്രഷ് ചെയ്താൽ മുകളിൽ എക്സാം വരേണ്ടതാണ്. ഇനി കാണുന്നില്ല എന്നുണ്ടെങ്കിൽ ജസ്റ്റ് ഒന്ന് അർച്ചന ടീച്ചറിനെ ഇപ്പൊ തന്നെ വിളിച്ച് ചോദിച്ചോ, ടീച്ചർ പറഞ്ഞുതരുന്നത് എങ്ങനെ കിട്ടാന്നുള്ളത്. ഓക്കെ, ശരി. യെസ്, ഗുഡ് നൈറ്റ്, സ്വീറ്റ് ഡ്രീംസ് ഗൈസ്, ബൈ. ഓക്കെ, നന്നായിട്ട് പഠിച്ചോളൂ. അടുത്ത ക്ലാസ്.